പ്രോമിസ് ലാൻഡ് ഹൗസ് ഓഫ് വർഷിപ്പിലേക്ക് നിൽക്കുന്ന എല്ലാവർക്കും ഇതിന്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും ആദരവും അറിയിക്കുകയാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാം വായിച്ച സങ്കീർത്തനം 140 സങ്കീർത്തനം. ആമേൻ. ഹല്ലേലൂയ. അത് നമ്മൾ അതിനു മുമ്പ് ചിന്തിച്ച ഭാഗമാണ്. പക്ഷേ എങ്കിലും സ്തോത്ര ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് കൃത്യമായി ഇടപെട്ടത് കൊണ്ട് പ്രാർത്ഥനാ റൂമിൽ അത് ദൈവം നൽകിയ ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ദൈവം നമ്മളെ മാനിക്കട്ടെ. ഇതൊരു വിലാപ സങ്കീർത്തനമാണ്. സ്തോത്രം. അവൻ ഹല്ലേലൂയ. ഇതൊരു മർദ്ദിതന്റെ, ഒരു പീഡിതന്റെ ഒരു പ്രാർത്ഥനയാണ്. സ്തോത്രം. ഹല്ലേലൂയ. എവിടെ നിന്നൊക്കെയോ ചില മർദ്ദനങ്ങൾ ഏറ്റു, ഹൃദയം വേദനിച്ച് ഹല്ലേലൂയ അവൻ സ്തോത്രം വല്ലാത്ത അവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന. അവൻ ദാവീദാൽ രചിക്കപ്പെട്ടിരിക്കുന്ന സങ്കീർത്തനമാണ്. ദാവീദ് ഒത്തിരി പ്രയാസങ്ങളും ഒത്തിരി കഷ്ടതകളും നീറുന്ന വിഷയങ്ങളുടെ നടുവിൽ ഒറ്റപ്പെട്ട് ഹല്ലേലൂയ എന്ത് ചെയ്യണമെന്നറിയാതെ വാപൊത്തി കരയുവാൻ ഹല്ലേലൂയ അവൻ സ്തോത്രം ദാവീദിന് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. തന്റെ കരച്ചിലുകൾ പോലും തന്റെ ശ്വാസം ഹല്ലേലൂയ അവൻ സ്തോത്രം ശ്വസിക്കുന്ന ശ്വാസം എടുക്കുന്ന ആ ശബ്ദം പോലും അവൻ ഹല്ലേലൂയ പുറത്തു വന്നാൽ അവൻ പതിയിരിക്കുന്ന ശത്രുക്കൾ ഒരുമിച്ച് അവനെ തകർക്കുവാൻ ഇടയായിത്തീരും. സ്തോത്രം. ഹല്ലേലൂയ. അവൻ മറു സൈഡ് അവൻ ശത്രു ഇരിക്കുന്നു, ഇപ്പുറത്ത് അവൻ ദാവീദ് ഇരിക്കുന്നു. സ്തോത്രം. ദാവീദിന് അതൊന്ന് ശ്വസിക്കുവാൻ പോലും പറ്റാത്ത നിലകളിൽ അവൻ ശ്വാസത്തെ പോലും പിടിച്ചടക്കി ഹല്ലേലൂയ സ്തോത്രം അവൻ ദൈവമുൻപാകെ ഹല്ലേലൂയ ഭയത്തോടെ ഇരുന്ന് സ്തോത്രം. അടുത്ത സെക്കൻഡിൽ എന്ത് സംഭവിക്കുമെന്ന് ഒരു ഹല്ലേലൂയ ഒരു തിട്ടവുമില്ല. സ്തോത്രം. ഹല്ലേലൂയ. എന്താണ് വന്ന് ഭവിക്കുന്നതിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാതെ വണ്ണമനായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദ് അവൻ 140 സങ്കീർത്തനം രചിച്ചത്. അതിന്റെ 1-ാമത് വാക്യം വായിച്ചാട്ടെ. യഹോവേ ദുഷ്ടമനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച് സാഹസക്കാരന്റെ പക്കൽ നിന്ന് എന്നെ പാലിക്കണമേ. സ്തോത്രം. ദുഷ്ട മനുഷ്യന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിച്ച്. സ്തോത്രം. അപ്പൊ മനുഷ്യരാലുള്ള ഭയം, മനുഷ്യരാലുള്ള കടന്നുകയറ്റം. സ്തോത്രം. ചില മനുഷ്യർ തന്നെ ഏറെ സ്നേഹിച്ചവർ, താൻ ഏറെ സ്നേഹിച്ചവർ, തനിക്ക് എല്ലാം ആയിരുന്നവർ, പക്ഷേ ഇന്നാളുകളിൽ ആ മനുഷ്യരെല്ലാവരും കൂടി ചേർന്ന് അവൻ ദാവീദിനെ ഹല്ലേലൂയ പിടിച്ചു വച്ചിരിക്കുകയാണ്. സ്തോത്രം. ദാവീദ് ചലിക്കുവാൻ പറ്റാത്ത നിലകളിൽ ഒരു വല്ലാത്ത കുടുക്കിനകത്ത്, വല്ലാത്തൊരു ചതിക്കകത്ത്, വല്ലാത്തൊരു കെണിക്കകത്ത് അവൻ ആക്കി വെച്ചു. സ്തോത്രം. ആ മനുഷ്യന്റെ പേരാണ് സാഹസക്കാരൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ ഭാഷയിൽ അവന്റെ പേര് സാഹസക്കാരൻ. ഹല്ലേലൂയ. ആ സാഹസക്കാരന് എപ്പോഴും നമ്മോട് സാഹസം മാത്രമേ കാണിക്കുകയുള്ളൂ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു, ഒരു സാഹസക്കാരനും നിന്റെ ദേശത്ത് പാർക്കുകയില്ല എന്ന്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഏകദേശം ഒരു 2-3 മാസം കൊണ്ട് നമ്മൾ തുടർമാനമായി ചിന്തിച്ചുകൊണ്ട് വരുന്ന ചില ഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിലും നമ്മൾ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രാർത്ഥനയോടിരിക്കണം. സ്തോത്രം. അപ്പോൾ അവൻ ഹല്ലേലൂയ ചില മനുഷ്യർ നമുക്കെതിരെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ചില ശത്രുക്കൾ നമുക്കെതിരെ ഉണ്ട്, ചില സാഹസക്കാരന്മാർ നമുക്കെതിരെ ഉണ്ട്. സ്തോത്രം. അവരുടെ ഇടയിൽ ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ആശ്രയിച്ചേ പറ്റുകയുള്ളൂ. അവൻ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ നമ്മുടെ ആശ്രയം എന്ന് പറയുന്നത് ദൈവത്തിൽ തന്നെയാകട്ടെ. 2-ാമത് വാക്യം വായിച്ചാട്ടെ. അവർ ഹൃദയത്തിൽ അനർത്ഥങ്ങൾ നിരൂപിക്കുന്നു. സ്തോത്രം. നല്ലത് വരുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല, നല്ലത് ചെയ്യുവാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അവർ ഹൃദയത്തിനകത്ത് നിരൂപിക്കുന്നത് അനർത്ഥങ്ങളാണ്. സ്തോത്രം. മറ്റുള്ളവർക്ക് അവൻ ഹല്ലേലൂയ അനർത്ഥത്തിലേക്ക് കൊണ്ട് ചാടിക്കുവാൻ, മറ്റുള്ളവരെ അവൻ കുഴിക്കകത്ത്, കെണിക്കകത്ത്, വലക്കകത്ത് അകപ്പെടുത്തുവാനുള്ള തന്ത്രങ്ങൾ മെനയുന്ന തന്ത്രശാലിയാണ് അവൻ. സ്തോത്രം. ഈ സാഹസക്കാർ. അങ്ങനെയെങ്കിൽ ഈ കൂട്ടുകെട്ടിനകത്ത് അകപ്പെട്ടു പോകാതെ, ഈ ചതിയന്മാരുടെ കൂട്ടുകെട്ടിനകത്ത് അകപ്പെട്ടു പോകാതെ, ഈ ചതിയന്മാരുടെ അവൻ കൈക്കകത്ത് അകപ്പെട്ടു പോകാതെ രക്ഷപ്പെടേണ്ടതിന് ഒരൊറ്റ മാർഗം മാത്രമേ ഉള്ളൂ. അത് സർവശക്തനായ ദൈവത്തിന്റെ മുൻമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുക. അപ്പൊ ഇന്ന് രാത്രി അവർ ദൈവത്തിന്റെ മുൻമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായി അവിടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. നിത്യലജ്ജയ്ക്ക് വേണ്ടി സാഹസക്കാർ ഹല്ലേലൂയ നിങ്ങളുടെ തലകളെ കുലിക്കുവാൻ തക്കവണ്ണം, നിങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം മാന്യതയെ എടുത്തു കളയുവാൻ അവൻ ആഗ്രഹിച്ചുകൊണ്ട് ചില അവൻ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഹല്ലേലൂയ ഒരു വിടുതൽ രാത്രിയായി മാറട്ടെ. ഈ രാത്രി
അത്ഭുതത്തിന്റെ രാത്രിയായി മാറട്ടെ. ഈ രാത്രി ഹല്ലേലൂയ പ്രശ്നങ്ങളുടെ പരിഹാരമായ ഹല്ലേലൂയ ക്രിസ്തുവിനാൽ പരിഹരിക്കപ്പെടുന്ന ഹല്ലേലൂയ വിഷയത്തിന്റെ നടുവിൽ അവൻ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി ഏത് വിഷയത്തെയും പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവം ഇന്ന് രാത്രിയോട് വന്നിട്ടുണ്ട്. ആ ദൈവം പറയുക ഹല്ലേലൂയ നീ എന്നെ നോക്കുക, ഹല്ലേലൂയ നിന്റെ ഭാരങ്ങൾ എന്റെ മേൽ വെക്കുക, ഞാൻ എന്നെ പുലർത്തുവാൻ പോകുക. സ്തോത്രം. ആ ദൈവം രാത്രിയോട് വന്നിട്ടുണ്ട്. അടുത്ത ഭാഗം അവർ ഇടവിടാതെ യുദ്ധത്തിന് കൂട്ടം കൂടുന്നു. സ്തോത്രം. അവർ ഇടവിടാതെ. സ്തോത്രം. ഒന്നിനു പറയും ഒന്നായിട്ട് അവർ യുദ്ധത്തിന് വേണ്ടി. സ്തോത്രം. യുദ്ധം നടക്കുന്നില്ല, പക്ഷേ ഹല്ലേലൂയ പരാജയപ്പെടുമെന്നുള്ള ഭീതി ഉള്ളത് കൊണ്ട്, താൻ തോൽക്കുമെന്നുള്ള ഭീതി ഉള്ളത് കൊണ്ട് അവർ ഇടവിടാതെ യുദ്ധത്തിന് വേണ്ടി കൂട്ടം കൂടുന്നു. സ്തോത്രം. അവരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രൂപ്പിനെ അവരെപ്പോഴും തങ്ങൾക്ക് അനുകൂലമായി നിർത്തേണ്ടതിന് വേണ്ടി. സ്തോത്രം. എന്തെന്നറിയാമോ? മറ്റുള്ളവരുടെ നാശം കാണുവാൻ, മറ്റുള്ളവരുടെ രക്തം കാണുവാൻ, മറ്റുള്ളവരുടെ ജീവനെ എടുക്കുവാൻ അവർ കൂട്ടം കൂടുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആ കൂട്ടുകെട്ട് പൊളിയണം. ഹല്ലേലൂയ. യേശുവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ ചില യുദ്ധത്തിന് സന്നദ്ധമായിരിക്കുന്ന, യുദ്ധത്തിന് വേണ്ടി കൂട്ടുകൂടിയിരിക്കുന്നവരുടെ ചില കൂട്ടുകെട്ടുകളെ, അവരുടെ ബുദ്ധിമണ്ഡലങ്ങളെ, അവരുടെ ഏറ്റവും അല്ലെങ്കിൽ പ്രധാനമായിരിക്കുന്ന ആയുധത്തെ സ്വർഗത്തിൽ എടുത്തു കളയുന്ന ഒരു ദിനമാണ് ഈ രാത്രി. സ്തോത്രം. ഈ ആരാധന കഴിയുമ്പോൾ ചതിയന്മാരുടെ കൂട്ടുകെട്ടുകൾ യുദ്ധത്തിന് വേണ്ടി, വഴക്കിന് വേണ്ടി, പ്രശ്നത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർ, ഹല്ലേലൂയ ഒന്നിച്ചു നിൽക്കുന്നവരെ, ഐക്യതയോടെ നിൽക്കുന്നവരെ ബന്ധം വേർപെടുത്തി ദൈവിക ഹല്ലേലൂയ പദ്ധതിയിൽ നിന്ന്, ദൈവിക സമാധാനത്തിൽ നിന്ന്, ദൈവിക സന്തോഷത്തിൽ നിന്ന്, ദൈവിക ആരാധനയിൽ നിന്ന് അവരെ വേർപെടുത്തി കളയുന്നതിന് വേണ്ടി യുദ്ധത്തിന് പോലെ ഹല്ലേലൂയ അവർ കാത്തിരിക്കുന്നവരാണ്. സ്തോത്രം. അവരിൽ നിന്ന് രക്ഷപ്പെടുവാൻ ദാവീദ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി. അടുത്ത ഭാഗം. അവർ സർപ്പം പോലെ തങ്ങളുടെ നാവുകളെ കൂർപ്പിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ നാവുകൾ സർപ്പവിഷമുള്ള നാവുകൾ. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ നാവിൽ നിന്ന് വരുന്നത് സമാധാനത്തിന്റെ വാക്കുകളല്ല. അവർ ആർക്കും സമാധാനം കൊടുക്കുന്നില്ല. സ്തോത്രം. അവർ സമാധാനത്തിന്റെ വക്താവല്ല. ഹല്ലേലൂയ. അവരുടെ നാവിൽ നിന്ന് വരുന്ന വിഷം മറ്റുള്ളവർ അത് സ്പ്രെഡ് ചെയ്യുമ്പോൾ അവരും ഹല്ലേലൂയ ഉഗ്രകോപികളായ വിഷമുള്ള ആൾക്കാരായി മാറുവാനിടയാത്തിരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവർ ദൂരവേ ഇരുന്ന് മാളത്തിനകത്ത് ഒളിച്ചിരുന്നിട്ട് സ്തോത്രം ഹല്ലേലൂയ മറ്റുള്ളവരെ കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ. ഈ സർപ്പത്തിലെ സന്തതികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർ ഉഗ്രന്മാരാണ്. അവര് അണലി വിഷമുള്ളവരാണ്. അവിടെ നാവിൽ ഹല്ലേലൂയ വിഷമുണ്ട്. സ്തോത്രം. അവർ നമ്മെ മുഖത്ത് നോക്കി ചിരിക്കുന്നുണ്ട്, നമ്മളോട് ഒരുമിച്ച് ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്നുണ്ട്, ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്കിലും അവിടെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിൽ ഇരിക്കുന്നത് ദൈവഭയമോ, ദൈവിക സമാധാനമോ, ദൈവിക സന്തോഷമോ, ദൈവിക വചനമോ ഒന്നുമല്ല. അവൻ നാവിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് സർപ്പത്തിന്റെ വിഷമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ഇരയെ തേടി ഇറങ്ങുന്ന ഒരു പാമ്പ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഇരയെ തേടി ഇറങ്ങുന്ന ഒരു പാമ്പ്. സ്തോത്രം. ഹല്ലേലൂയ. അത് രാത്രിയിലും ഇറങ്ങും, പകലും ഇറങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. അത് അവൻ എപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ നല്ല സമയത്തും ഇറങ്ങും, നമ്മുടെ അനർത്ഥകാലത്തും അത് ഇറങ്ങും, നമ്മുടെ സമ്പത്തുള്ള സമയത്തും അത് ഇറങ്ങും, ദാരിദ്ര്യമായിരിക്കുന്ന സമയത്തും ഇറങ്ങും. ഹല്ലേലൂയ. അവൻ രാത്രിയിലും പകലും എന്നില്ലാതെ സ്തോത്രം ഹല്ലേലൂയ എപ്പോൾ വേണമെങ്കിലും അവൻ പാമ്പ് ഇരയെ തേടി ഇറങ്ങും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ ഇരയെ തേടി ഇറങ്ങുന്ന ചില ഹല്ലേലൂയ പാമ്പുകളുണ്ട്, ചില അണലികളുണ്ട്, ചില ഉഗ്രന്മാരുണ്ട്. സ്തോത്രം ഹല്ലേലൂയ. സർപ്പത്തിന്റെ വിഷവുമായി, അണലിയുടെ വിഷവുമായി ഹല്ലേലൂയ ചുണ്ടിന്മേൽ അവൻ സ്തോത്രം വിഷവുമായിട്ട് അവരിങ്ങനെ ഇറങ്ങി തിരിച്ച് ഇരയെ തേടുകയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ
ഹല്ലേലൂയ അവന്റെ കണ്ണുവെട്ടത്തിനകത്ത് അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഒരു ഇരയും വന്ന് ഭവിക്കാതിരിക്കണത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ പരിപാലിക്കുകയാണ്. ഇന്ന് രാത്രി പറ, ദൈവമേ അങ്ങയുടെ കൈവെട്ടത്തിനകത്ത് നിന്ന് അങ്ങയുടെ നോട്ടത്തിൽ നിന്ന് ഞങ്ങളെ ഹല്ലേലൂയ അകറ്റി മാറ്റരുത്. അങ്ങയുടെ വചനം കൊണ്ട് ദൂതന്മാരുടെ സാന്നിധ്യം കൊണ്ട് നീ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഇര പിടിക്കുവാൻ തക്കവണ്ണം ഇറങ്ങിത്തിരിക്കുന്ന അവൻ സർപ്പത്തിന്റെ ശക്തികളുണ്ട്, അണലികളുടെ ശക്തികളുണ്ട്. അവിടെ ചുണ്ടിനകത്ത് അവിടെ നാവിനകത്ത് വിഷമുണ്ട്. ഹല്ലേലൂയ ആ വിഷം ചീറ്റുവാൻ, ആ വിഷം ഞങ്ങളുടെ മേൽ സ്പ്രെഡ് ചെയ്യുവാൻ, ആ വിഷം ഞങ്ങളെ കുത്തുവാൻ ഹല്ലേലൂയ നീ അനുവദിക്കരുത്. ഞങ്ങളുടെ തലമുറകളെ വിഷത്തല തിരിച്ചുവാൻ അനുവദിക്കരുത്. ഹല്ലേലൂയ ഹല്ലേലൂയ ആരോഗ്യമുള്ളത്, തികവുള്ളത്, പ്രാർത്ഥനാ ജീവിതമുള്ള പ്രാർത്ഥനാവീന്മാരായിരിക്കുന്ന തലമുറകളെ ഹല്ലേലൂയ ബന്ധിക്കുന്ന സർപ്പത്തിന്റെ ശക്തിയുടെ ഹല്ലേലൂയ അണലി വിഷയത്തെ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ശാസിച്ചു മാറ്റുകയാ. ഇന്ന് രാത്രി ആരാധിക്കുവാൻ തയ്യാറാണ് എങ്കിൽ മാളത്തിനകത്ത് ഒതുക്കപ്പെട്ടവർ പുറത്തിറങ്ങി ഇരയെ പിടിക്കുന്നത് പോലെ ഹല്ലേലൂയ നിന്റെ സമ്പത്തുകളെ പിടിച്ചെടുക്കുന്നത്, നിന്റെ ആരോഗ്യത്തെ പിടിച്ചെടുക്കുന്നത്, നിന്റെ തലമുറകളെ പിടിച്ചെടുക്കുന്ന ചില പാമ്പിന്റെ ശക്തികൾ ഇന്ന് രാത്രി ദേഷ്യം വിട്ടു പോകട്ടെ. ഹല്ലേലൂയ അവന്റെ കുതന്ത്രങ്ങൾക്കകത്ത്, അവന്റെ തന്ത്രങ്ങൾക്കകത്ത് ഞാനും നിങ്ങളും ഹല്ലേലൂയ അവൻ അകപ്പെട്ടു പോകാതിരിക്കണ ദൈവമേ നീ എന്നോട് ഇടപെടുമാറാകണമേ. സ്വർഗമേ നീ എന്നെ സൂക്ഷിക്കണമേ എന്ന് ഇത് ദൈവത്തോട് രാത്രി പ്രാർത്ഥന. ഈ ദിവസം പ്രാർത്ഥന, ഈ ദിവസം ഒരു അത്ഭുതത്തിന്റെ ദിവസമാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഈ രാത്രി അത്ഭുതത്തിന്റെ ദിവസമാ. ഈ ദിവസം ഹല്ലേലൂയ അത് എനിക്കുള്ള ദിവസമാണ് എന്ന് യേശുവിനാമത്തിൽ ഞാനും നിങ്ങളും ദൈവം ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ ഇരയെ തേടി ഇറങ്ങുന്ന പാമ്പ്, മാളത്തിനകത്ത് ഒതുങ്ങിയിരുന്നവൻ, സ്തോത്രം, അവനറിയാം ഇര എപ്പോഴാണ് പുറത്തിറങ്ങുന്നത്. സ്തോത്രം, ആ സമയം അവൻ അതുവരെയും കാത്തിരുന്നിട്ട് അവൻ പുറത്തിറങ്ങും. സ്തോത്രം, നമ്മുടെ സംസാരം, നമ്മുടെ നോട്ടം, നമ്മുടെ ആത്മീയത, നമ്മുടെ എല്ലാ കാര്യങ്ങളും അവൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം ഹല്ലേലൂയ അവനറിയാം എപ്പോൾ ഇരയെ പിടിക്കാം, അപ്പോൾ മാത്രമേ പാമ്പ് പുറത്തിറങ്ങൂ. സ്തോത്രം, നമ്മളിങ്ങനെ വളരെ സന്തോഷത്തോടെ നടക്കുമ്പോഴും നമ്മൾ വളരെ ഭക്ഷണങ്ങൾ ഭക്ഷിച്ചും ഹല്ലേലൂയ എല്ലാ രീതിയിലും സ്തോത്രം ഒരുപക്ഷെ ദൈവത്തെ വരെ മറന്ന് നമ്മൾ ജീവിക്കുമ്പോഴും നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മുടെ പുറകിൽ ഒരു പതിയിരുപ്പുകാരനുണ്ട്. ഹല്ലേലൂയ നമ്മുടെ പുറകിൽ ഇരയെ പിടിക്കുവാൻ തക്കവണ്ണം അവൻ ഒരു പാമ്പിന്റെ ശക്തിയുണ്ട്. അവൻ ആ പാമ്പ് വന്നിട്ട് ഇഴഞ്ഞിഴഞ്ഞ് വന്നിട്ട് അവൻ ഇങ്ങനെ തലപൊക്കി നോക്കും. സ്തോത്രം, അവൻ തലപൊക്കി നോക്കുന്ന മറ്റൊന്നുമല്ല, സ്തോത്രം ഹല്ലേലൂയ തനിക്ക് പറ്റിയ ഇര ഉണ്ടോ ഇല്ലയോ എന്ന് അവൻ ജാഗ്രതയോടുകൂടി അന്വേഷിക്കും. സ്തോത്രം ഹല്ലേലൂയ അവനെ പറ്റിയ ഇരയെ കിട്ടിയാൽ അവൻ അവന്റെ വിഷത്തെ അതിന്റെ ദേഹത്തേക്ക് അത് ഹല്ലേലൂയ ചീറ്റുവാടയാത്തിരും, അവൻ ആഞ്ഞു കൊത്തുവാടയാത്തിരും. ചില പാമ്പുകൾ അവന് ഹല്ലേലൂയ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഹല്ലേലൂയ നമ്മെ വിഴുങ്ങുവാനും നമ്മുടെ നാശം കാണുവാൻ, നമ്മുടെ മരണം കാണുവാൻ, നമ്മുടെ അധപ്പതനം കാണുവാൻ ആഗ്രഹിച്ച് ഇറങ്ങിയിരിക്കുന്ന അണലി. സ്തോത്രം ഹല്ലേലൂയ ഇരയെ തേടി ഇറങ്ങിയ അണലി, ഇരയെ തേടി ഇറങ്ങുന്ന ഹല്ലേലൂയ സർപ്പം ഇന്ന് രാത്രി അത് നമ്മുടെ ദേശം വിട്ട് പോയേ പറ്റൂ. ഒരു ഹല്ലേലൂയ ഇന്ന് രാത്രി ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഉറങ്ങിയിരിക്കുവാനല്ല, ഇന്ന് രാത്രി ഹല്ലേലൂയ ഈ രാത്രി ഉറങ്ങാതെ മയങ്ങാതെ ഒരു വിടലിന് വേണ്ടി കാത്തിരുന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ചിലരെ പിടിച്ചടക്കുവാൻ ആ ഇരയെ തേടി ഇറങ്ങിയ ഹല്ലേലൂയ ജാഗ്രതയുള്ളവരെ ഹല്ലേലൂയ അവരെ സ്തോത്രം ഹല്ലേലൂയ ഇന്ന് രാത്രി പിടിച്ചടക്കണം. അവരുടെ വാക്കുകൾ, അവരുടെ സംസാരങ്ങൾ ഹല്ലേലൂയ അണലി വിഷത്തിന്റെ വീര്യമുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ ഇതുവരെയും പ്രതികരിക്കാത്ത അവൻ ഭാര്യ, ഇതുവരെയും ഹല്ലേലൂയ പ്രതികരിക്കാത്ത ഭർത്താവ്, ഇതുവരെയും ഹല്ലേലൂയ സ്തോത്രം പ്രതികരിക്കാത്ത മക്കൾ ഹല്ലേലൂയ അണലി വിഷത്തിന്റെ ഹല്ലേലൂയ വിഷം തീറ്റിക്കഴിഞ്ഞാൽ അവർ നേരെ നമുക്ക് വിരോധമായി, അപ്പന് വിരോധമായി, അമ്മയ്ക്ക് വിരോധമായി, ഭാര്യയ്ക്ക് വിരോധമായി, ഭർത്താവിന് വിരോധമായി ഹല്ലേലൂയ അവർ സംസാരിക്കുവാൻ തുടങ്ങും. സ്തോത്രം ഇന്ന് രാത്രി ഹല്ലേലൂയ അണലി വിഷത്തിന്റെ കടിയേറ്റ് ആരെങ്കിലും ഇന്ന് രാത്രിയുടെ ഇരിക്കുന്നുവെങ്കിൽ അല്ല നിങ്ങളും വിഷമുള്ളവരാണ്, അല്ല നിങ്ങൾ വിഷമിപ്പിക്കുന്ന ചില വിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിങ്ങൾ സംസാരിക്കുമ്പോഴും നിങ്ങൾ പ്രവർത്തിക്കുമ്പോഴും മറ്റുള്ളവർക്ക് അത് ഹല്ലേലൂയ
അവർക്ക് സഹിക്കുവാൻ പറ്റാത്ത നിലകളിൽ വല്ലാത്ത വിഷമത്തിലേക്ക് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില സർപ്പത്തിന്റെ ഹല്ലേലൂയ അവന്റെ സംസാരം, സർപ്പത്തിന്റെ ഹല്ലേലൂയ സംസാര നിമിത്തമായി, അവന്റെ കൊത്തൽ നിമിത്തമായി അവൻ ഹല്ലേലൂയ പറയുകയാ, ഹല്ലേലൂയ നീ എന്റെ ഇരയാണ്, ഞാൻ പറയുന്നത് പോലെ നീ പ്രവർത്തിച്ചു പറ്റൂ. ഇന്ന് രാത്രി ഹല്ലേലൂയ അവൻ ഏത് തോട്ടത്തിനകത്ത് വലിഞ്ഞു കയറി വന്ന കുടുംബജീവിതത്തിന്റെ സ്വസ്ഥതയെ കെടുത്തിക്കളഞ്ഞ, സമാധാനത്തെ കെടുത്തിക്കളഞ്ഞ, സന്തോഷത്തെ എടുത്തു മാറ്റിയ, ദൈവിക ബന്ധത്തെ എടുത്തു കളഞ്ഞ അവൻ സർപ്പത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഹല്ലേലൂയ സമയാകുന്ന തോട്ടം വിട്ട്, ഹല്ലേലൂയ ആലയമാകുന്ന തോട്ടം വിട്ട്, നിന്റെ ഭവനമാകുന്ന തോട്ടം വിട്ട് അവൻ പുറത്തു പോകണം. കാൽവരി ഗോൽഗോഥാ മലമുകളിൽ അവൻ യേശു ഹല്ലേലൂയ ഹല്ലേലൂയ ആ സർപ്പത്തിന്റെ തലയെ തകർക്കുവാൻ വേണ്ടിയാ അവൻ ക്രൂശിതനായത്. കാൽവരി ക്രൂശിൽ യേശു ഹല്ലേലൂയ ജീവനെ വെടിഞ്ഞത്. ഇനി ഒരു മനുഷ്യരെയും ഈ സർപ്പം കൊത്തുവാൻ പാടില്ല. ഈ ഒരു മനുഷ്യരെയും ഹല്ലേലൂയ അണലെ വിഷത്തിന്റെ ഹല്ലേലൂയ വിഷം തിരിച്ചുവാൻ പാടില്ല. ഒരു പെരുമാവും അവൻ എന്റെ മക്കളെ വിരുങ്ങുവാൻ പാടില്ല എന്ന് ഹല്ലേലൂയ ദൈവത്തെ നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ കാൽവരി ഗോൽഗോഥാ മലമുകളിൽ അവൻ ദൈവം തന്നെ യാഗമായി തീർന്നു. സ്തോത്രം. ആ ദൈവം യാഗമായതുകൊണ്ട് അവൻ കാൽവരി ഗോൽഗോഥാ മലമുകളിൽ അവൻ യേശു സർപ്പത്തിന്റെ തലയെ തകർത്തു. സ്തോത്രം. ഇന്ന് രാത്രി ഇര തേടി ഇറങ്ങിയിരിക്കുന്ന ശത്രു ഹല്ലേലൂയ ദൈവം തകർത്തതിനെ ഹല്ലേലൂയ വീണ്ടും അവൻ അതേ പേര് പറഞ്ഞ് അതേ സ്വഭാവത്തോടെ എന്നെയും നിങ്ങളെ സമീപിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളും ആ യേശുവിന്റെ രക്തം, നമുക്ക് സഹായമായിരുന്ന രക്തം നമ്മെ വിട്ടു മാറിയത് കൊണ്ടാണ്. കുഞ്ഞാറ്റ് രക്തം ഹല്ലേലൂയ അവൻ സ്തോത്രം കട്ടളമേലും കുറുമടിമേലും തളിക്കപ്പെട്ടപ്പോൾ ചോരത്തളിയാൽ അവർ യാത്ര പുറപ്പെട്ടുവാൻ യാത്രതു. യാത്ര പുറപ്പെട്ടവർ മുൻപോട്ട് പോകുന്ന വേളയിൽ അവർ ദൈവത്തിന് വിരോധമായി സംസാരിക്കുവാൻ തുടങ്ങി, പിറുപിറുക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ ഇന്ന് രാത്രിയിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവമായിട്ടുള്ള ബന്ധം എവിടെയൊക്കെ വിച്ഛേദിക്കപ്പെട്ടോ, ഹല്ലേലൂയ ദൈവിക ബന്ധത്തിൽ നിന്ന് നമ്മൾ എപ്പോൾ തെന്നുമാറിയോ അപ്പോൾ ഇരയെ പിടിക്കുവാൻ പഴയ പാമ്പ് ഹല്ലേലൂയ ഇഴഞ്ഞു വരുവായുടെ അത്രതോ. സ്തോത്രം. മറ്റാരുടെയും കുറ്റമല്ല. അവനവൻ വിതച്ചത് അവനവൻ കൊയ്യുകയാ. ഇന്ന് രാത്രി പറ, ദൈവമേ ഞാൻ അങ്ങയുടെ ഹൃദയത്തിന്റെ ഹല്ലേലൂയ അവൻ ഹൃദയത്തിൽ ഒരു പ്രാവിനെ പോലെ ഇരിക്കേണ്ട വ്യക്തിയായിരുന്നു. കടുന്തൂക്കുടെ മറവിൽ പ്രതിസന്ധിയുടെ ഇടയിൽ ഹല്ലേലൂയ ഒരു പ്രാവിനെ പോലെ ഇരിക്കേണ്ട ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ പ്രാവിനെ പോലെ നിഷ്കളങ്കനായിരിക്കേണ്ട ഞാൻ അന്ന് ചതിക്കപ്പെട്ടവനായി ചതിയനായി മാറിയതിന് ഒരു കഥയുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമേ അവൻ ഒരു പ്രാവിനറിയാൻ പ്രതിസന്ധി വരുമ്പോൾ ഹല്ലേലൂയ ചില അവൻ ശത്രുക്കൾ അതിനെ പിടിക്കുവാൻ കടന്നു വരുമ്പോൾ ആമേ ഹല്ലേലൂയ വലിയ പക്ഷികൾ വട്ടമിട്ട് മറന്നു വരുമ്പോൾ ചില പ്രാവിന്റെ ശക്തികൾ ഹല്ലേലൂയ ആ പ്രാവിന്റെ മുട്ടകളെ എടുക്കുവാൻ, പ്രാവിന്റെ കുഞ്ഞുങ്ങളെ വിഴുങ്ങുവാൻ, പ്രാവിനെ നശിപ്പിക്കുവാൻ വരുമെന്ന് ഹല്ലേലൂയ അവൻ മുന്നമേ കണ്ടിട്ട് അവർ നേരെ പറന്ന് ചെന്ന് അവൻ പാറയുടെ പിളർപ്പിൽ അഭയം പ്രാപിക്കും. ഹല്ലേലൂയ ഇന്ന് പിളർന്ന ഒരു പാറയായി ക്രിസ്തുവുണ്ട്. ആ ക്രിസ്തുവിന്റെ ഹല്ലേലൂയ മാർവിടത്തിൽ ചാരിയിരിക്കുന്ന ദൈവമേ നിനക്കൊരു അനർത്ഥം അനുഭവിക്കയില്ല. ഈ പാറയുടെ പിളർപ്പിലാണ് അഭയം തേടിയതെങ്കിൽ ഹല്ലേലൂയ സ്വർഗ്ഗത്തിലെ ദൈവം പറയാ, അല്ലയോ മണവാട്ടിയേ നിന്റെ സ്വരമൊന്ന് ഞാൻ കേൾക്കട്ടെ, അല്ലയോ മണവാട്ടിയേ നിന്റെ സൗന്ദര്യം ഞാനത് കാണട്ടെ. ഹല്ലേലൂയ മണവാളനാകുന്ന ക്രിസ്തു പറയാ, മണവാട്ടിയാകുന്ന പ്രാവായിരിക്കുന്ന അവൻ സഭയെ നിന്റെ സ്വരം ഞാനത് കേൾക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ നിന്റെ സൗന്ദര്യം ഞാനൊന്ന് കാണട്ടെ. ഹല്ലേലൂയ കരഞ്ഞ് അവൻ എപ്പോഴും കണ്ണിനകത്തുന്ന കണ്ണീര് മാത്രം. അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ അശുദ്ധി ഇഷ്ടപ്പെടാത്ത പ്രാവ്, വിശുദ്ധയായിരിക്കുന്ന പ്രാവ്, നിർമ്മലയായിരിക്കുന്ന പ്രാവ്. ഹല്ലേലൂയ അതിനറിയാ എന്റെ ഈ ശരീരത്തിനെ കൊതിച്ചുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ എന്റെ തലമുറകളെ അത് കൊതിച്ചുകൊണ്ട് ഹല്ലേലൂയ അടുത്ത തലമുറയെ നശിപ്പിക്കുവാൻ തക്കമാണ്, എന്റെ ജീവനെ നശിപ്പിക്കുവാൻ തക്കമാണ് അത് വട്ടമിട്ട് പറക്കുന്ന വലിയ പക്ഷികൾ. അവർ വലിയ പുള്ളികളാ. അവരിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുകയില്ല. ആമേൻ. ഞാൻ എത്ര തന്നെ കൂടൊരുക്കി അവൻ മറ്റുള്ള ശത്രുക്കളെ കാണാതെ കൂടൊരുക്കി അതിനകത്ത് മുട്ടയിട്ട് കുഞ്ഞു വിരിച്ച് കാത്തിരിക്കുമ്പോഴും ഞാൻ അറിയാതെ എന്റെ മക്കളെ, എന്റെ തലമുറകളെ, എന്റെ സമ്പത്തുകളെ നശിപ്പിക്കുന്ന
ചില വലിയ പുള്ളികളുണ്ട്, ചില പാമ്പിന്റെ ശക്തികളുണ്ട്. ആമേൻ. ഇരയെ തേടി ഇറങ്ങി വന്നവൻ എന്റെ തലമുറകളെ നാശം കാണേണ്ടതിന്, ഓ ഹല്ലേലൂയ, ഞങ്ങളുടെ പേര് പോലും നശിപ്പിക്കപ്പെടേണ്ടതിന് തന്ത്രങ്ങൾ ഒതുക്കൊണ്ട് വരുമ്പോൾ ഗത്യന്തരമില്ല, രക്ഷപ്പെടുവാൻ പഴുതുകളില്ല. ചെറിയ ചിറകളാണ് എങ്കിലും വലിയ ദൂരം പറക്കുവാൻ ആവതില്ലെങ്കിലും തന്നാലാവുന്ന രീതിയിൽ പറന്ന് 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 പാറയുടെ പിളർപ്പിൽ അത് അഭയം പ്രാപിക്കുന്നു. ഞാനിയ ശലോമോൻ പറയാ, ഉത്തമഹിതത്തിനകത്ത് പറയുന്നതാണ്, സ്തോത്രം, ആ പ്രാവ് ഹല്ലേലൂയ കടുന്തൂക്കുടെ ഇടയിൽ അത് ഇരിക്കുവാനിടയായിരുന്നു. സ്തോത്രം. പാറയുടെ പിളർപ്പിൽ ഇരിക്കുന്ന പ്രാവ് ഇത് രാത്രി പ്രശ്നങ്ങളുടെ ഇടയിൽ ഒളിക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഭവനമല്ല, സഭയാകുന്ന പാറയുടെ പിളർപ്പ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിന്റെ മാർവിടത്തിനകത്ത് ചാരിയിരുന്നാൽ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും. ഇനി ഒരു ശക്തിയും ഇഴഞ്ഞ് ഹല്ലേലൂയ നിങ്ങളിലേക്ക് വരത്തില്ല. എത്ര വലിയ അവൻ ഹല്ലേലൂയ കഴുകരും, എത്ര വലിയ പരുന്തും വട്ടമിട്ട് മറന്ന് നിങ്ങളുടെ അരികിലേക്ക് വരത്തില്ല. കാരണം പാറയെ അവർക്ക് ഭയമാ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി ക്രിസ്തുവിന് അവർക്ക് ഭയമാ. കാരണം ക്രിസ്തു ആരെയെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. സാത്താൻ അറിയാം ദൈവം ആരെയെന്ന്. സാത്താൻ അറിയാം. അവരെ വെട്ടേറ്റ് ഭൂമിയിലേക്ക് തള്ളിയിട്ട് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ദൈവത്തിന്റെ വാള, വചനമാകുന്ന വാള അവന്റെ പേടിയാ. ഹല്ലേലൂയ. മനുഷ്യനെ പേടിയില്ല, ആരാധനയെ അവന് പേടിയാ. ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കുന്ന ദൈവമല്ലേ, നിന്നെ അവന് പേടിയില്ല. പക്ഷേ നിന്റെ നാവിലൂടെ കടന്നു വരുന്ന വാക്കുകൾ, നിന്റെ ആരാധന, സ്തോത്രങ്ങൾ, സ്തുതികൾ, ഇന്ന് രാത്രി ദൈവ വചനത്തെ അവന് പേടിയ. ശത്രുദ്രത്തി ഓട്ടിക്കുന്ന ഒരു ആരാധന ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഇന്ന് രാത്രി വെളിപ്പെട്ടു വരട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നിന്റെ വരൾച്ചകളെ മാറ്റുന്ന, നിന്റെ പ്രശ്നത്തെ മാറ്റുന്ന ഒരു പരിഹാരം ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോഴോട് ചോദ്യം, അപ്പാ അപ്പാ ഞാൻ പ്രതിസന്ധിക്കകത്ത് അകപ്പെട്ടു പോയി, ഇനി എനിക്ക് രക്ഷപ്പെടുവാൻ പറ്റുകയില്ലല്ലോ. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്ക് ഈ അനർത്ഥത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ? ആമേൻ. ഈ പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടുവാൻ കഴിയുമോ എന്ന് ഇന്ന് രാത്രി അല്ലയോ പ്രാവേ, നീ ദൈവത്തിന്റെ മുഖത്ത് നോക്കിയത് ചോദ്യം. ആമേൻ. നീ ഇരിക്കുന്നത് എവിടാ? ദൈവത്തിന്റെ ഇടത്താ. ഹല്ലേലൂയ. നീ ഇരിക്കുന്ന പാറയുടെ പിളപ്പിനകത്ത്, അവനകത്ത് ദൈവ സാന്നിധ്യമുണ്ട്. മറ്റൊന്നും നീ കാണുന്നില്ല. അല്ല മറ്റുള്ള അവൻ ഹല്ലേലൂയ സ്തോത്രം, നിന്റെ ധനമോ മാനമോ ഹല്ലേലൂയ വസ്തുവകകളോ ഹല്ലേലൂയ ബന്ധുക്കളെയോ ചാർച്ചക്കാരെയോ കൂട്ടുകാരെയോ നീ ഇന്ന് രാത്രി നോക്കേണ്ട. നീ നോക്കേണ്ടത് പാറയുടെ പിറപ്പിനകത്ത് ഹല്ലേലൂയ ദൈവ സാന്നിധ്യമുണ്ട്. ദൈവത്തിന്റെ ഹൃദയത്തിനകത്ത് അവന്റെ ദൈവമേ എനിക്ക് കൂടെ വസിക്കുവാൻ ഒരു സ്പേസ് നീ തരുമാറാകണമേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം പറയാ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് വസിക്കുവാനുള്ള ഒരു ഇരിപ്പിടം ഇന്ന് രാത്രി നീ ഒരുക്കി കൊടുക്കുകയാണ് എങ്കിൽ യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രശ്നം ഇന്ന് രാത്രി പരിഹരിക്കപ്പെടുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ആ 140 സംഘത്തിന് 5ാമത് വാക്യം വായിച്ച 5. ഗർവികൾ എനിക്കായി കെണിയും കയറും മറച്ചു വച്ചിരിക്കുന്നു. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടുകൂടെ വായിക്കുന്ന ഒരു ഭാഗമാണ്. ഗർവികൾ, പെട്ടെന്ന് കോപിക്കുന്നവർ. സ്തോത്രം. ഹല്ലേലൂയ. അവർ നമുക്ക് വിരോധമായി വായിച്ചാട്ടെ. എനിക്കായി കെണിയും കയറും. സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്ക് വിരോധമായി കെണി അവർ വെച്ചിട്ടുണ്ട്, അടുത്തവർ കയർ വെച്ചിട്ടുണ്ട്. സ്തോത്രം. കെണിക്കകത്ത് അകപ്പെടുന്നവർക്ക് സ്തോത്രം അവർ വെച്ച കയറാണ്. ഹല്ലേലൂയ. അതിനർത്ഥം സ്തോത്രം എങ്ങനെയെങ്കിലും നമ്മെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കെണിക്കകത്ത് അകപ്പെട്ടതിനെ ഹല്ലേലൂയ അവിടെ നിന്ന് എടുത്ത് അവർ സമ്മാനമായി സ്തോത്രം നമ്മുടെ കയ്യിൽ ഒരു കയറ് വെച്ച് തരും. സ്തോത്രം. സ്വന്തമായിട്ട് എന്ത് ചെയ്യണം? ആത്മഹത്യ ചെയ്യണം. ഞങ്ങളല്ല, ഗർവിയായിരിക്കുന്ന
സാഹസക്കാരനായി ഞാനല്ല നിങ്ങളെ കൊന്നത്, നിങ്ങൾ തന്നെ സ്വയം. ഹല്ലേലൂയ. നമ്മുടെ നാശം കാണേണ്ടതിന് വേണ്ടി ഗർവികൾ ചില ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞിട്ട് നമ്മുടെ ജീവനെ എടുക്കുവാൻ അവർ തന്ത്രങ്ങൾ ഒതുക്കിക്കൊണ്ടിരിക്കുക. സ്തോത്രം. എങ്ങനെ നമ്മളെ നശിപ്പിക്കാമെന്ന് അവന് നല്ല ബോധമുണ്ട്. സ്തോത്രം. അടുത്ത ഭാഗം. വഴിയരികെ അവർ വല വിരിച്ചിരിക്കുന്നു. 1 കെണി, 2 കയറ്, 3 വല. അതെങ്ങനെയാ? മടക്കി വെച്ചിരിക്കുകയല്ല, വഴിയരികിൽ വിരിച്ചു വെച്ചിരിക്കുന്നു. നമ്മൾ പോകുന്ന വഴികൾ, സ്തോത്രം, അത് എവിടെയൊക്കെയാണ് എന്ന് ശത്രുവിന് നന്നായിട്ടറിയാം. നമ്മുടെ പോക്കു വരവുകളെ കുറിച്ച് ശത്രു നന്നായിട്ടറിയാം. അവൻ വല ഒരുക്കി വെച്ചിരിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പോകുന്ന വഴിയിൽ അവൻ വല വിരിച്ച് കാത്തിരിക്കുന്നു. ആ വലയ്ക്കകത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ അകപ്പെടുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ അവൻ ഇരിക്കുമ്പോൾ അവന്റെ പദ്ധതികൾ, അവന്റെ തന്ത്രങ്ങള് സ്വർഗത്തിൽ ഇന്ന് രാത്രി തകടം മറിക്കുന്ന രാത്രിയാ. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറ. സ്തോത്രം. നിങ്ങൾ ഇത്രയും നല്ലൊരു ആത്മീയ ദൂതത്തെ കേൾക്കുമ്പോൾ നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ. ഇടയ്ക്കൊരു ഹല്ലേലൂയ, ഒരു സ്തോത്രമൊക്കെ പറയുമ്പോൾ ഞാൻ ഇപ്പൊ കൂടി മുമ്പോട്ടങ്ങ് പോകും. സ്തോത്രം. ഇല്ലെങ്കിൽ ഹല്ലേലൂയ ഞാൻ ഉദാഹരണം പറഞ്ഞുകൊണ്ടേയിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സമയവും അങ്ങ് മുമ്പോട്ട് പോയിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ ഇരുന്നാൽ, സ്തോത്രം, നമുക്ക് ഈ സാഹസക്കാരനെ നമ്മുടെ ഭവനത്തിൽ നിന്ന് പുറത്താക്കാൻ കഴിയും. സ്തോത്രം. നമ്മുടെ ദേശത്ത് നിന്ന് പുറത്താക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ സഭയ്ക്കകത്ത് നിന്ന്, ഹല്ലേലൂയ, ഈ ഗർവിയെ എടുത്ത് കളയാൻ കഴിയും. സ്തോത്രം. അർത്ഥം വായിച്ചാട്ട്. അവർ എനിക്കായി കുടുക്കുകൾ വെച്ചിരിക്കുന്നു. സ്തോത്രം. കെണിയിൽ അകപ്പെടാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ അവന് കയറ് കൊടുക്കും. കയറിൽ നിന്നും രക്ഷപ്പെട്ടാൽ വലയ്ക്കകത്ത് വരും. വലയിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ കുടുക്കിനകത്ത് വരും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശത്രു ഒരുക്കുന്ന തന്ത്രം ചില്ലറയല്ല. കെണിക്കകത്ത് അകപ്പെടാൻ വേണ്ടി കെണി ഒരുക്കി. ദൈവകൃപയാൽ കെണിക്കകത്ത് കയറാതെ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ രക്ഷപ്പെട്ടെന്ന് അറിഞ്ഞപ്പോൾ അവന് മനസ്സിലായി നമ്മുടെ പിടിക്കകത്ത് ഒതുങ്ങയില്ല. അതുകൊണ്ട് ഒരു കയറ് കൂടെ അവരത് തന്നു. സ്തോത്രം. നമ്മൾ വിചാരിച്ചു കയർ, ഹല്ലേലൂയ, ആ നല്ല കാര്യം, കയർ വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലൊരു കാര്യമല്ലേ. സ്തോത്രം. ഹല്ലേലൂയ. അല്പം വെള്ളം വീണാൽ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്നത്, തീ വീണാൽ, സ്തോത്രം, പെട്ടെന്ന് ചാമ്പലായി പോകുന്നത് വളരെ നിസ്സാരമെന്ന് കരുതിയ കയർ. സ്തോത്രം. ഹല്ലേലൂയ. നിലത്ത് വീണാൽ ചിതറിച്ചു പോകുന്ന കയർ. ഹല്ലേലൂയ. പക്ഷേ ആ കയറ്, ഹല്ലേലൂയ, ആ കയറിനെ നമ്മൾ വിചാരിച്ചു അത് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ചിന്തിച്ചിരുന്നപ്പോൾ ആദ്യം അവർ കെണി ഒരുക്കി, രണ്ടാമതവർ കയറൊരുക്കി. ആ കയറിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വന്നപ്പോൾ അവർ വലയും വിരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മൊത്തത്തിൽ ഒരു വല അങ്ങ് വിരിച്ച്, സ്തോത്രം. അതിനർത്ഥം നമ്മളെയും നമ്മുടെ ബന്ധുക്കളെയും നമ്മുടെ ചാർച്ചക്കാരെയും സുഹൃത്തുക്കളെയും, സ്തോത്രം, ഹല്ലേലൂയ, എല്ലാവരും നമുക്ക് ഇഷ്ടമുള്ള എല്ലാവരും എടുക്കുക. അവർ വന്നത് ഇത് കൂട്ടുകൂടി അവർ ബന്ധം സ്ഥാപിച്ചു. അവർ വല വിരിച്ചങ്ങ് വെച്ചു. സ്തോത്രം. അവർക്കറിയാം ഈ വലയ്ക്കകത്ത് ഏതെങ്കിലും, ഹല്ലേലൂയ, കണ്ണിക്കകത്ത് ഞാനും നിങ്ങളെ കുടുങ്ങുമെന്ന് അവർ ചിന്തിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ പോകുന്ന വഴികൾ, സ്തോത്രം, നമ്മൾ എവിടെയൊക്കെയാ കൂടുതലായി പോകുന്നത്? നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലാണ് കൂടുതൽ പോകുന്നത്. നമ്മൾ എവിടെയാണ് കൂടുതലായി പോകുന്നത്? ആരാധനയ്ക്ക് വേണ്ടി കൂടുതൽ പോകാറുണ്ട്. നമ്മൾ എവിടെയാ പോകുന്നത്? കല്യാണ വീടുകളിൽ കൂടുതൽ പോകാറുണ്ട്. നമ്മൾ എവിടെയാ പോകുന്നത്? സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ബന്ധുക്കളെ ക്ഷേമം അന്വേഷിച്ചു പോകും. സ്തോത്രം. നമ്മൾ പോകുന്നതിന് മുന്നേ അവർ അവിടെ ഇരിക്കും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കുടുംബത്തിനകത്ത്, ഹല്ലേലൂയ, തലയെടുപ്പോടെ നിന്നൊരു കാര്യം സംസാരിക്കുവാൻ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുന്നമേ കുടുംബത്തിൽ ഒരു വ്യക്തിത്വമായി മാറി അവർ തന്നെ കാര്യങ്ങളെല്ലാം ചെയ്യുവാനിടയാത്തിരും. സ്തോത്രം. അവർ വിരിച്ച വല, ഹല്ലേലൂയ, നമ്മൾ പോകുന്ന വഴികളിൽ അവൻ വല വിരിച്ച് കാത്തിരുന്നു. എന്നാൽ ആ വലയ്ക്കകത്ത് അകപ്പെടാതെ നമ്മൾ രക്ഷപ്പെട്ടു. സ്തോത്രം. ദൈവകൃപയാൽ അവൻ നമ്മൾ രക്ഷപ്പെട്ടതല്ല, ദൈവം നമ്മെ രക്ഷപ്പെടുത്തിയതാ. അവൻ രക്ഷപ്പെട്ടു എന്ന് അവർ ചിന്തിച്ചപ്പോൾ, അവർ മനസ്സിലാക്കിയപ്പോൾ അവർ ഒരു കുടുക്ക് കൂടെ കൊണ്ടുവച്ചു. സ്തോത്രം. അവർക്കറിയാം, സ്തോത്രം, കെണിയിൽ നിന്ന് രക്ഷപ്പെട്ടാൽ കയറിൽ നിന്ന് രക്ഷപ്പെടും.
കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടാൽ വലയിൽ നിന്ന് രക്ഷപ്പെടും. പക്ഷെ ഞങ്ങൾ വെച്ച കുടുക്കിനകത്ത് നിന്ന് നീ ഒരിക്കലും രക്ഷപ്പെടുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി അവന്റെ സകല കുടുക്കുകളെയും, സ്തോത്രം, സകല തന്ത്രങ്ങളെയും, അവന്റെ സകല ആയുധത്തെയും, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി അവൻ എടുത്തു കളയുന്ന ഒരു രാത്രിയായി മാറട്ടെ ഈ രാത്രി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രിയിൽ ആമേൻ. ഹല്ലേലൂയ. ഞാൻ ശലോമോൻ ഞാൻ പറയുകയാ. ആമേൻ. സ്തോത്രം. ശത്രുവിന്റെ ഒരു പദ്ധതിയും എന്റെ നേരെ പറ്റുകയില്ല. കാരണം ഞാൻ ദൈവത്തിന്റെ പൈതലാണ്. സ്തോത്രം. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി വിശ്വസിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണുവാൻ പോകുക. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സദൃശവാക്യം 26-ാം അധ്യായം 27-ാമത് വാക്യം വായിച്ചാണ്. 26-27 സദൃശവാക്യം. സദൃശവാക്യം 26-27. കുഴി കുഴിക്കുന്നവൻ അതിൽ വീഴും, കല്ല് ഉരുട്ടുന്നതിന്റെ മേൽ തിരിഞ്ഞു ഉരുളും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു ഒരു കുടുക്കായിട്ട് ഒരു കുഴി കുഴിച്ചു വെച്ചു. സ്തോത്രം. നമ്മൾ പോകുന്ന വഴിയിൽ അവരൊരു കുഴി കുഴിച്ചിട്ട് അതിനകത്ത് നമ്മൾ വീഴുമെന്ന്, നമ്മുടെ വീഴ്ച കാണുവാൻ അവൻ ആഗ്രഹിച്ച്, നമ്മുടെ കുടുംബത്തിന്റെ വീഴ്ച കാണുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, അവൻ ആഗ്രഹിച്ചിട്ട് അവൻ, ഹല്ലേലൂയ, ഒരു കുഴി കുഴിച്ചു വെച്ചു. സ്തോത്രം. ആ കുഴിക്കകത്ത് വീഴുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷേ ആ കുഴിക്കകത്ത് വീഴാതെ സർവശക്തനായ ദൈവം അവൻ കുഴിച്ച കുഴിയെ മണ്ണിട്ട് മൂടി. ഇന്ന് രാത്രിയിൽ ദൈവത്തിലെ ശത്രു എനിക്കും നിങ്ങൾക്കും വിരോധമായി എത്രയോ കുഴികൾ കുഴിച്ചു വെച്ചു. എത്രയോ തന്ത്രങ്ങൾ, എത്രയോ ചതിപ്രയോഗങ്ങൾ, എത്രയോ മന്ത്രവാദങ്ങൾ, എത്രയോ ആഭിചാരങ്ങൾ, എത്രയോ യുഗപ്രാർത്ഥനകൾ, എത്രയോ ശാപത്തിന്റെ വാക്കുകൾ, എത്രയോ നമ്മുടെ നാശങ്ങളെ കാണുവാൻ തക്കവണ ചില കുഴികൾ അവൻ കുഴിച്ചു വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ കുഴികളെ, ഹല്ലേലൂയ, മണ്ണിട്ട് മൂടി. നമ്മുടെ മിടുക്കല്ല, ദൈവം മണ്ണിട്ട് മൂടിയത്. അവൻ കുഴിച്ച കുഴികൾ, അവന്റെ തന്ത്രങ്ങൾ, അവന്റെ പദ്ധതികളെ സ്വർഗത്തിലെ ദൈവം മണ്ണിട്ട് മൂടി. ഹല്ലേലൂയ. നാശകരമായ കുഴിക്കകത്ത് കിടക്കേണ്ട എന്നെയും നിങ്ങളെയും സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ശത്രുവിന്റെ സാഹസക്കാരന്റെ ഗർവിയുടെ ദുഃഖന്റെ, ഹല്ലേലൂയ, അവന്റെ തന്ത്രങ്ങളെ അവന്റെ കുഴിക്കകത്ത് അകപ്പെടാതെ സ്വർഗത്തിലെ പറഞ്ഞു, അയ്യോ എന്റെ മകൻ ഇതുവഴി വന്നാൽ, ഈ യാത്രയിലൂടെ കടന്നു വന്നാൽ, ഈ വഴിയുടെ യാത്ര ചെയ്താൽ അവൻ കുഴിക്കകത്ത് അകപ്പെട്ടു പോകും. അവൻ കുഴിക്കകത്ത് വീണാൽ അവന്റെ കാലുകൾ ഒടിഞ്ഞു പോകും. അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകും. ഹല്ലേലൂയ. അവന് മുറിവറ്റും, അവന് ചതവറ്റും. അതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഞാനും നിങ്ങളും അറിയാതെ, ഹല്ലേലൂയ, ശത്രുവിന്റെ ചില പദ്ധതികളെ അവർ തകർത്തു കളഞ്ഞു. ഇന്ന് രാത്രി ദൈവമേ, അവൻ ഞാനും നിങ്ങളും അറിയാതെ ശത്രുവിന്റെ എത്രയോ പദ്ധതികളെ സ്വർഗം ഒടിച്ചളഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു കോൽ ഒടിക്കുന്നത് പോലെ, ഒരു കമ്പ് ഒടിക്കുന്നത് പോലെ അവന്റെ തന്ത്രങ്ങളെ സ്വർഗത്തിലെ ദൈവം ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മിടുക്കല്ല, ദൈവത്തിന്റെ കരുണയാണ്. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. ശത്രുവിന്റെ സ്നേഹത്തെ നമുക്കറിയാം. ഹല്ലേലൂയ. അവന്റെ വായ്ക്കകത്ത് നിന്ന് പുറപ്പെടുന്നത്, ഹല്ലേലൂയ, ഉഗ്രവൃക്ഷമുള്ള അവൻ വാക്കുകൾ, ഹല്ലേലൂയ, നാശം കാണേണ്ടതിന്, സ്തോത്രം, അണലിവൃക്ഷം, സ്തോത്രം, വിഴുങ്ങുവാൻ, ഹല്ലേലൂയ, സ്തോത്രം, മലമ്പാമ്പ്, ഹല്ലേലൂയ. അങ്ങനെ ഇന്ന് രാത്രി ആ പ്രശ്നങ്ങൾക്കകത്ത് അകപ്പെടാതെ, ആ കുഴിക്കകത്ത്, ആ ചതിപ്രയോഗങ്ങൾക്കകത്ത് അകപ്പെടാതിരിക്കേണ്ടതിന് ഞാനും നിങ്ങളും അറിയുന്നതിന് മുമ്പ് സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, അറിഞ്ഞ് പ്രവർത്തിക്കുവാനിടയാക്കുന്നു. ആ കുഴികളൊക്കെയും മണ്ണിട്ട് മൂടി. സ്തോത്രം. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും വലിയ ഗമയിൽ ഈ വഴിയിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത്. സ്തോത്രം. അവന്റെ കെണിക്കകത്തോ, അവന്റെ കയറിനകത്തോ, അവന്റെ കുടുക്കിനകത്തോ, അവൻ വിരിച്ചു വെച്ച വലയ്ക്കകത്തോ, അവൻ കുഴിച്ച കുഴിക്കകത്തോ അകപ്പെടാതെ എന്റെ ദൈവം സൂക്ഷിച്ചു. നമ്മുടെ തലരൂപം പോലും കൊഴിഞ്ഞു പോകാതെ പിതാവ്
നമ്മെ സ്നേഹിച്ചു, നമ്മെ സൂക്ഷിച്ചു. ആ നല്ല സൂക്ഷിപ്പുകാരന് വേണ്ടി ഇനിയുള്ള ജീവിതം ഞാൻ ആ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് എന്ന് തീരുമാനമെടുക്കുകയാണ് എങ്കിൽ ആ ദൈവത്തിന് വളരെയേറെ സന്തോഷമാകും. ഇന്ന് രാത്രി പറ, എന്റെ ജീവനെ നൽകിയ, എന്റെ ജീവനെ നശിപ്പിക്കുവാൻ ശത്രു ശ്രമിച്ചപ്പോൾ എന്റെ ജീവനെ തിരികെ തന്നൊരു ദൈവമുണ്ട്. അർത്ഥപ്രാണനായി വിട്ടേച്ചു പോയ സമൂഹത്തിന് മുമ്പിൽ ഹല്ലേലൂയ ജീവിക്കുവാൻ അവസരമില്ലാതെ, ഹല്ലേലൂയ മരിക്കുവാൻ അവസരമില്ലാതെ, ജീവനും മരണത്തിന്റെ ഇടയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ ഒരുവനാമേ സ്തോത്രം ഹല്ലേലൂയ യെരൂശലേമെന്ന യെരിഹോവിലേക്ക് ഹല്ലേലൂയ ഹല്ലേലൂയ യാത്ര തിരിച്ചു വരുമ്പോൾ ഹല്ലേലൂയ കള്ളന്മാരാൽ പിടിക്കപ്പെട്ടു. ഇന്ന് രാത്രി അനനിമിഷമായി നിൽക്കുന്ന ചില കള്ളന്മാരുണ്ട്, ചില കല്ലുകളുണ്ട്. ഹല്ലേലൂയ ഇന്ന് രാത്രി കള്ളന്മാരെ തിരിച്ചറിയുക. അവർ നിങ്ങളെ കയ്യേറ്റം ചെയ്യുക. അർത്ഥപ്രാണനായി നിങ്ങൾ വിട്ടേച്ചു പോകുന്ന ഹല്ലേലൂയ അവർ ജീവിക്കുവാനും മരിക്കുവാനും പറ്റാത്ത വിധത്തിൽ ഒരു ചണ്ടിക്കൂമ്പാരം പോലെ വലിച്ചെറിയപ്പെട്ട വ്യക്തിത്വം ഇന്ന് രാത്രി അവരായ കുഴിക്കകത്ത് വീഴുവാൻ തക്കവണ്ണം അവർ ചില തന്ത്രങ്ങൾ ഹല്ലേലൂയ ആവിഷ്കരിച്ചപ്പോൾ, ചില പദ്ധതികൾ ആവിഷ്കരിച്ചപ്പോൾ ആ പദ്ധതിക്കകത്ത് നിന്ന് നിങ്ങളെ സ്വർഗത്തിലെ ദൈവം അവരെ തൂക്കിയെടുത്തതിന് ഒരു ഉദ്ദേശമുണ്ട്. തൊട്ടടുത്ത് പറയുന്നു, കല്ല് ഉരുട്ടുന്നവന്റെ മേൽ അത് തിരിഞ്ഞുരുളും. ഈ രാത്രി എന്നെയും നിങ്ങളെ ചതയ്ക്കുവാൻ, എന്നെയും നിങ്ങളെ നശിപ്പിക്കുവാൻ ഒരു കല്ല് ഉരുട്ടി 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 അവർ വരികയാണ്. ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. അവൻ ചില വർഷങ്ങളായി, ചില ദിവസങ്ങളായി, ചില മാസങ്ങളായി, ചില ആഴ്ചകളായി അവൻ ഒരു കല്ല് ഉരുട്ടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. നമ്മൾ വിചാരിക്കും നിസ്സാരമെന്നാണ്. ഹല്ലേലൂയ. അത് ഇന്നോ ഇന്നലെയോ ആരംഭിച്ചതല്ല. അവർ വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. നിങ്ങളെ നശിപ്പിക്കുക എന്നത്, കുടുംബത്തെ നശിപ്പിക്കുക എന്നത്, സഭയെ നശിപ്പിക്കുക എന്നത് അവന്റെ ലക്ഷ്യമാണ്. അവൻ കല്ലുരുട്ടി ഉരുട്ടി ഉരുട്ടി ഹല്ലേലൂയ അത് സ്തോത്രം നമ്മുടെ നേരെ ഉരുട്ടി വിട്ടാൽ നമ്മൾ ഹല്ലേലൂയ പിടഞ്ഞ് പിടഞ്ഞ് മരിക്കുവാനിടയാത്തിരും. നമുക്ക് ചതവ് പറ്റും. ഹല്ലേലൂയ ചില അവയവങ്ങൾക്ക് അംഗഭംഗങ്ങൾ സംഭവിക്കുവാനിടയാത്തിരും. ചില ശരീരങ്ങൾക്ക് ഹല്ലേലൂയ വൈകല്യം സംഭവിക്കുവാനിടയാത്തിരും. അവർ നമ്മുടെ നാശത്തിന് വേണ്ടി ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുവന്ന കല്ല് സ്വർഗത്തിലെ ദൈവം ഒറ്റ ശാസനയാൽ ആ കല്ല് തിരിഞ്ഞു ഉള്ളുവാനിടയാത്തിരും. ഇന്ന് രാത്രി അവന്റെ ഏത് പദ്ധതിയെയും അവന്റെ ഏത് കല്ലിനെയും തിരിഞ്ഞുള്ളുവാനാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം യേശുവിന്റെ നാമത്തിൽ അത് നിന്നെ തേടി വരികയാ. ഇന്ന് രാത്രി ശക്തമായി ആരാധിക്കുക. ഇന്ന് രാത്രി ദൈവത്തോട് പറ, ദൈവമേ ഈ കല്ലുകൊണ്ട് അവൻ ഞങ്ങൾ നശിക്കരുത്. അവന്റെ കയ്യിലെ കല്ല്, അവന്റെ കയ്യിലെ ആയുധം, അവന്റെ കയ്യിലെ ലക്ഷ്യഭാവനയ നിമിത്തമായി ഞാൻ നശിക്കുവാൻ പാടില്ല. കൃപ 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 കൃപ. ആ കല്ലിന് രാത്രി തിരിഞ്ഞുകൊള്ളണം. ആ കല്ലിന് രാത്രി തിരിഞ്ഞുകൊള്ളണം. ഹല്ലേലൂയ. ഇതുവരെയും ആ കല്ല് പറയുക, ഞാൻ ഇതുവരെ തിരിഞ്ഞുരുണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഇതുവരെ ഞാൻ തിരിഞ്ഞുരുട്ടില്ല. ഒരു മനുഷ്യരും ഹല്ലേലൂയ ഒരു യജമാനനോ എന്നോട് കൽപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ ആരാണോ എന്നെ തള്ളിക്കൊണ്ടുപോകുന്നത് അവൻ വിചാരിച്ചാൽ മാത്രമേ ഞാൻ തിരിഞ്ഞുരുളുകയുള്ളൂ. സ്തോത്രം. ബലശാലിയായിരിക്കുന്നവൻ അവന്റെ നേതൃത്വത്തിനകത്താണ് ഈ കല്ലായിരിക്കുന്നത്. സ്തോത്രം. കല്ല് ഉരുണ്ട് അവൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. സ്വർഗത്തിലെ ഒറ്റ ശാസന ഹല്ലേലൂയ. പ്രകൃതിമേൽ അധികാരമുള്ള, മനുഷ്യന്മേൽ അധികാരമുള്ള അവൻ സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം ഒറ്റ ശാസനയാൽ, ഒറ്റ നോട്ടത്താൽ ആ കല്ല് തിരിഞ്ഞുകൊണ്ട് എങ്കിൽ ഇന്ന് രാത്രി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ പ്രശ്നത്തെ ആമേൻ ദൈവം ഉരുട്ടിക്കളയുകയാണ്. നിങ്ങളുടെ നിന്ദകളെ ഉരുട്ടിക്കളയുന്ന ഒരു ഗിൽഗാലായി ഇത് മാറണം. സ്തോത്രം. യാക്കോബിന്റെ നിന്ദകളെ ഉരുട്ടി മാറ്റി ഹല്ലേലൂയ ഇന്ന് രാത്രി ആമേൻ നിന്ദിതരാകുവാൻ തക്കവണ്ണം, മാന്യനായിരിക്കുന്ന വ്യക്തിത്വങ്ങളെ അപമാനിക്കപ്പെടുവാൻ തക്കവണ്ണം, അപമാനിതനാകുവാൻ തക്കവണ്ണം തന്ത്രങ്ങൾ ആവിഷ്കരിച്ച് ചില കല്ലുകൾ ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുവരുന്നു. സ്തോത്രം. ആ കല്ലുകൾ അവന്റെ കൈക്കകത്ത് നിന്നില്ല. ആ കല്ലുകളെ തടുത്തു നിർത്തുവാനുള്ള ശക്തി ദുഷ്ടനില്ല. ഹല്ലേലൂയ. ദുഷ്ടന്റെ ശക്തിയെ ക്ഷയിപ്പിച്ച് അവന്റെ പദ്ധതികളെ തകടം മറിച്ച് ആ കല്ല് തിരിഞ്ഞു ഉള്ളുവാൻ ഇടയാത്തുന്നു. ഈ രാത്രി അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി അത് സംഭവിക്കട്ടെ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കല്ല് തിരിഞ്ഞു ഉരുളട്ടെ.
യേശുവിന്റെ നാമത്തിൽ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ ഇരിപ്പൊക്കെ കാണുമ്പോൾ ഈ കല്ല് തിരിഞ്ഞു ഉരുളേണ്ട എന്നാണ് ചിന്ത. സ്തോത്രം. ഇന്ന് രാത്രി കല്ല് തിരിഞ്ഞു ഉരുണ്ടേ പറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തെ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം കാണണം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. കാലേബിനൊരു മകളുണ്ട്, അക്സ എന്നാണ്. അവൾ അലങ്കരിക്കപ്പെട്ടവളാണ്. സ്തോത്രം. അവൾ വീട്ടിനകത്ത് ഒതുക്കപ്പെട്ടവളായിരുന്നു. സ്തോത്രം. വീടുമായിട്ട് മാത്രമേ ഒരു ബന്ധമുള്ളൂ. ഹല്ലേലൂയ. നാടുമായിട്ട് അവക്കൊരു ബന്ധവുമില്ല. സ്തോത്രം. അവൾ വിവാഹ പ്രായമെത്തിയപ്പോൾ അവളുടെ അപ്പൻ ഒരു തീരുമാനമെടുത്തു. കിരിയത്ത് സോഫർ പിടിച്ചടക്കുന്നവന്, ആ ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കും. സ്തോത്രം. അപ്പനെടുത്ത തീരുമാനം. ഹല്ലേലൂയ. അപ്പൻ മകള് പോലും അറിയാതെ തീരുമാനമെടുത്തു. ആമേൻ. സ്തോത്രം. ജയിക്കുന്നവന് ഞാൻ എൻ്റെ മകളെ കൊടുക്കും. ഹല്ലേലൂയ. ഒരു സുപ്രഭാതം നോക്കുമ്പോൾ കാണുന്നത് ജയിച്ച് വിജയശ്രീലാളിതനായി വരുന്ന ഒരു ഒഗ്നിയനെ കണ്ടപ്പോൾ കാലേബിന് ഭയങ്കര ഇഷ്ടമായി. സ്തോത്രം. കാലേബ് തന്റെ മകളെ കൊടുക്കുന്നു. സ്തോത്രം. വിവാഹം കഴിച്ചു കൊടുക്കുക നേരത്ത് അവൾ അപ്പനോട് ചോദിച്ചൊരു ചോദ്യം. അപ്പ നീ എന്നെ തെക്കേ നാട്ടിലേക്കാണ് നീ എന്നെ പറഞ്ഞു വിടുന്നത്. ആമേൻ. ആ ദേശത്ത് നീ എനിക്കൊരു ഉറവ കൂടെ തരണം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പലരും തന്നിഷ്ടപ്രകാരമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അപ്പന്റെയും അമ്മയുടെയും വാക്കുകളെ കേട്ടൊരു തലമുറ. സ്തോത്രം. ഹല്ലേലൂയ. അവൾ പറയുക, എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഞാൻ ഒഗ്നിയുടെ ഭാര്യയായി മാറുന്നത്, ഞാൻ തെക്കേ ദേശത്തിലേക്ക് പോകുന്നത്. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നവോമി പറയുക, രൂത്തേ, ഞാൻ നിനക്കൊരു വിശ്രമ സ്ഥലം ഞാൻ ഒരുക്കി തരും. സ്തോത്രം. ഇസ്ഹാക്ക് ദുഃഖിതനായിരിക്കുമ്പോൾ അബ്രഹാം പരിശുദ്ധാത്മാവായിരിക്കുന്ന എലിയാസിനെ വിളിച്ചു പറഞ്ഞു, എന്റെ മകന് തക്കതായ തുണയെ നീ ഒരുക്കിയെടുക്കണം. സ്തോത്രം. ഇത് രാത്രി ശ്രദ്ധിക്കണമേ. ഹല്ലേലൂയ. മകൾക്ക് വേണ്ടി തക്കതായ ആമേൻ. സ്തോത്രം. ഒരു ഒഗ്നിയലിനെ ഒരുക്കിയെടുത്ത ഒരു കാലേബ്. സ്തോത്രം. മകളല്ല ആമേൻ ഒഗ്നിയൽ ഇഷ്ടപ്പെട്ടത്, കാലേബ് അപ്പൻ ഇഷ്ടപ്പെട്ടു. സ്തോത്രം. ഹല്ലേലൂയ. തൊട്ടടുത്ത് കാണുന്നത് അവൻ നവോമി അമ്മായി അമ്മ രൂത്ത് എന്ന വെങ്കൊച്ചിന് വേണ്ടി, അവളുടെ ഹല്ലേലൂയ ഒരു വിശ്രമ ജീവിതത്തിന് വേണ്ടി, അവളുടെ നല്ല സുഖ ജീവിതത്തിന് വേണ്ടി അവൻ നവോമി രൂത്തിന് വേണ്ടി അവൻ ഹല്ലേലൂയ ഒരു നല്ല ചെറുക്കനെ കണ്ടെത്തി. അവൻ സ്തോത്രം. അബ്രഹാം തന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിന് വേണ്ടി എലയാസർ എന്ന കാര്യസ്ഥനിലൂടെ ഒരു പെങ്കൊച്ചിനെ കണ്ടെത്തി. ഹല്ലേലൂയ. അതിനർത്ഥം അപ്പനും അമ്മയും ഹല്ലേലൂയ അവരുടെ ഇഷ്ടപ്രകാരം ഹല്ലേലൂയ അവൻ സ്തോത്രം അവൻ ഒരു പെങ്കൊച്ച വീട്ടിനകത്തേക്ക് വന്ന് കയറണമെന്ന് ഒഗ്നിയിലെ നിർബന്ധം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ രൂത്ത് അങ്ങനെയായി തീർന്നു. നവോമിയുടെ നിർബന്ധം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ആകാത്ത കൂട്ടുകെട്ടിനകത്ത്, ആകാത്ത വഴികളിലൂടെ സഞ്ചരിച്ച് വല്ലാത്ത വലക്കകത്ത് അകപ്പെട്ട് കുഴിയിൽ അകപ്പെട്ട് കരയേറുവാൻ കഴിയാതെ ആയിരിക്കുമ്പോഴും ഇന്ന് രാത്രി ഹല്ലേലൂയ അക്സ പറയുക, നീ എന്നെ പറഞ്ഞു വിടുന്ന ദേശം അത് തെക്കേ ദേശമാണ്. ആ ദേശത്ത് നീ എനിക്ക് ഉറവ തന്നേ പറ്റുകയുള്ളൂ. സ്തോത്രം. അപ്പൻ ഹല്ലേലൂയ താഴ്വരയിലും മലമുകളിലും ഹല്ലേലൂയ ഉറവകളെ കൊടുക്കുവാൻ യാത്രന്നു. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ. ഈ തെക്കേ ദേശത്തിന്റെ പ്രത്യേകത ഹല്ലേലൂയ, ഈ തെക്കേ ദേശം അബ്രഹാമിനെയും ലോത്തിനെയും തമ്മിൽ ഹല്ലേലൂയ വേർപിരിവുണ്ടാക്കിയ ഒരു ദേശമാണ് ഈ ദേശം. സ്തോത്രം. എത്ര വലിയ സ്നേഹിതന്മാരെയും ഐക്യതയുള്ളവരെയും ആരാധിക്കുന്നവരെയും ഹല്ലേലൂയ ആ ബന്ധത്തിൽ നിന്ന് വേർവിട്ടു മാറ്റുന്ന ദേശമാണ് തെക്കേ ദേശം. സ്തോത്രം. ഇന്ന് രാത്രി ഈ ദേശത്താണ്, ദൈവത്തെ അറിയാത്തവരുടെ ദേശത്തേക്കാണ് നമ്മുടെ തലമുറകൾ ചെന്നകപ്പെടുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം എന്ന വിശ്വാസിയുടെ പിതാവിനെയും ലോത്ത് എന്ന് പറയുന്ന അബ്രഹാമിന്റെ പുറകെ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ച ഈ രണ്ട് വിശ്വാസ വീരന്മാരെ, ഭക്തന്മാരെ, അവരുടെ കൂട്ടായ്മയെയും അവരുടെ ഐക്യത്തെയും അവരുടെ ബന്ധത്തെയും ഹല്ലേലൂയ തെറ്റിച്ച് കളഞ്ഞൊരു ദേശമാണ് തെക്കേ ദേശം. ഇന്ന് രാത്രി അപ്പന്റെയും അമ്മയുടെയും അവ സ്നേഹത്തെ
ഹല്ലേലൂയ തെറ്റി മാറ്റുന്ന പിശാച്. ഹല്ലേലൂയ സ്തോത്രം. മക്കൾ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കാൻ പാടുന്ന മക്കളെ തെറ്റിച്ച് കളയുന്ന ദേശം, ചുഴലിക്കാറ്റിന്റെ ദേശം. ഹല്ലേലൂയ ഇന്ന് രാത്രി കാറ്റ് എത്ര സ്പീഡിൽ വരുന്നുവോ അതുപോലെ പ്രശ്നങ്ങൾ കൊണ്ടിടുന്ന ഒരു ദേശം. ഹല്ലേലൂയ ഇന്ന് രാത്രി ഈ ദേശത്തിനകത്ത് അവൻ അക്സ പറയുകയാ, ഞാൻ ഒരു മണവാട്ടിയായിട്ട് ആ ദേശത്ത് പോകുവാൻ. ഹല്ലേലൂയ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു, പക്ഷേ ഞാൻ ആ ദേശത്ത് പോയാൽ ആ ദേശത്തിലെ ബന്ധനം അഴിച്ചിട്ടേ വരൂ. ഞാൻ ആ ദേശത്ത് പോയാൽ ഹല്ലേലൂയ അവിടെ എനിക്ക് ചിലത് ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ അവൻ ജ്ഞാനിയായ ശലോമോൻ പറയാ, അവൻ സ്തോത്രം. ഹല്ലേലൂയ സാമർഥ്യമുള്ള സ്ത്രീ അവൾ കപ്പലാണ് എന്ന്. ഹല്ലേലൂയ അവൾ ദൂരത്ത് നിന്ന് ചരക്കുകൾ കൊണ്ടുവരുന്ന, അവൾ കൊണ്ടെത്തിക്കുന്ന ഹല്ലേലൂയ ഒരു വ്യാപാര കപ്പലാണ്. സ്തോത്രം. ഹല്ലേലൂയ സാമർഥ്യമുള്ള സ്ത്രീ ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവമേ നീ ഹല്ലേലൂയ ഒരു വ്യാപാര കപ്പലാണ്. ഈ കപ്പലിനകത്ത് ഹല്ലേലൂയ നിരവധി പേർക്ക് ഹല്ലേലൂയ കൊടുക്കുവാൻ അന്നമുണ്ട്. സ്തോത്രം. നിരവധി പേർക്ക് വിശപ്പടക്കുവാനുള്ള ആഹാര സ്ഥാപനങ്ങളുണ്ട്. നിരവധി പേരുടെ നഗരങ്ങളെ മാറ്റുവാനുള്ള വസ്ത്രങ്ങളുണ്ട്. ഹല്ലേലൂയ നിരവധി പേർക്ക് വിലപിടിപ്പുള്ള ഹല്ലേലൂയ വജ്രങ്ങളും വൈഡൂര്യങ്ങളുമുള്ള ഒരു കപ്പൽ. ഇന്ന് രാത്രി കപ്പലിനെ കാഴ്ചയിൽ ഹല്ലേലൂയ നമ്മളൊന്ന് കണ്ട് അതിനകത്ത് എന്തൊക്കെയുണ്ട് നമുക്കറിയത്തില്ല. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ചലിക്കുന്ന ഒരു കപ്പൽ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് വിശുദ്ധ വേദപുസ്തകമാണ്. ഈ വേദപുസ്തകത്തിനകത്ത് നിനക്ക് ഭക്ഷിക്കുവാനുള്ള ഭക്ഷണമുണ്ട്, നിനക്ക് സഞ്ചരിക്കുവാനുള്ള വഴികളുണ്ട്, നിനക്ക് പാർക്കുവാനുള്ള ഇടങ്ങളുണ്ട്. ഹല്ലേലൂയ വിലപിടിപ്പുള്ള വൈഡൂര്യങ്ങൾ ഒളികിടപ്പുണ്ട്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും നിങ്ങൾ ഇത് ഹല്ലേലൂയ നോക്കുകയാണ് എങ്കിൽ, പഠിക്കുകയാണ് എങ്കിൽ അതിനകത്ത് ജീവിക്കുവാൻ ആവശ്യമായത് ഭൂമിയിലും നിത്യത വരെ കൊണ്ടെത്തിക്കുന്ന എല്ലാ കാര്യാദികളും ആ കപ്പലിനകത്തുണ്ട്. സാമർഥ്യമുള്ള സ്ത്രീ അത് സഞ്ചരിക്കുന്ന ഒരു കപ്പലാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. കൃപ 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 കൃപ. ആമേൻ. ഹല്ലേലൂയ. സാദൃശ്യവാക്യം 31 അധ്യായം അതിന്റെ അവസാനത്തെ വാക്യമാണ്. ആ വാക്യം വായിച്ചോട്ടെ. സാദൃശ്യവാക്യം. അവളുടെ കൈകളുടെ ഫലം അവൾക്ക് കൊടുപ്പീൻ. അവളുടെ സ്വന്തം പ്രവൃത്തികൾ പട്ടണവാസികൾ അവളെ പ്രശംസിക്കട്ടെ. അതിന്റെ തൊട്ടുമോള് ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. ലാവണ്യം വ്യാജവും സൗന്ദര്യം വ്യർത്ഥവുമാകുന്നു. യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. സ്തോത്രം. ഹല്ലേലൂയ ഇന്ന് രാത്രി യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. സ്തോത്രം. അക്സ പറഞ്ഞു, ഞാൻ ദൈവഭക്തിയുള്ള ഒരുവളാണ്, എനിക്ക് ദേശത്ത് പ്രശംസ ആവശ്യമാണ്. അതുകൊണ്ട് ഞാൻ ഹല്ലേലൂയ ഞാനൊരു വ്യാപാര കപ്പലാണ്. ആ കപ്പലിനെ സഞ്ചരിക്കണമെങ്കിൽ ഉറവ് ആവശ്യം. ഹല്ലേലൂയ കപ്പലിന് മുമ്പോട്ട് പോകണമെങ്കിൽ അതിന് വെള്ളം ആവശ്യം. വെള്ളമില്ലാതെ വരണ്ട ദേശത്ത് കപ്പലായിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. സ്തോത്രം. കപ്പലിനെ സഞ്ചരിക്കണമെങ്കിൽ വെള്ളം വേണം. ഹല്ലേലൂയ ഇന്ന് രാത്രി ഞാനും നിങ്ങളും സഞ്ചരിക്കണമെങ്കിൽ നമുക്ക് വെള്ളം ആവശ്യമാണ്. സ്തോത്രം. ജീവന്റെ ജലം ഇന്ന് രാത്രി കിട്ടിയില്ല എങ്കിൽ ഞാനും നിങ്ങളും സഞ്ചരിക്കുവാൻ ഒരു ഇഞ്ച് അനങ്ങുവാൻ കഴിയുകയില്ല. സ്തോത്രം. ഇത്രയും വിലപിടിപ്പുള്ള, ഇത്രയും കനമുള്ള ഈ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കണമെങ്കിൽ അതിന് വെള്ളം. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പന്റെ വീട്ടിൽ, കാലേബിന്റെ വീട്ടിൽ അവൾ കപ്പലായിരുന്നു. അവൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം. കാരണം ആത്മീകത്തിൽ തികവുള്ളവളായിരുന്നു. ദൈവമായിട്ട് അത്രയും ബന്ധമുള്ളവളായിരുന്നു. ജീവന്റെ വെള്ളം അവളിൽ അത് ക്രിയ ചെയ്തപ്പോൾ അവൾ അറിയാതെ ചലിച്ചു തുടങ്ങി. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവെന്ന വെള്ളത്തിനകത്ത് ഹല്ലേലൂയ ഞാനും നിങ്ങളും കാൽ വെക്കുകയാണ് എങ്കിൽ അത് ആമേ സ്തോത്രം, ആമേ സ്തോത്രം. അത് മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ പറ്റാത്ത നിലകളിൽ നിന്നെ ഒഴുക്കുവാൻ ഹല്ലേലൂയ നിന്നെ നടത്തുവാൻ പ്രാപ്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി അല്ലയോ കപ്പലായിരിക്കുന്ന അക്സേ, നിനക്ക് സഞ്ചരിക്കണമെങ്കിൽ ജീവന്റെ ഉറവ ആവശ്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. നീ വെറുങ്ങയോടെ ഇരിക്കുവാനല്ല. ഇന്ന് രാത്രി ദൈവം പറയുക, നിനക്ക് സഞ്ചരിക്കുവാൻ വെള്ളം ആവശ്യം.
അതൊരു ഉറവയാണ്. ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാത്ത, ഒരിക്കലും നശിക്കാത്ത ഒരു ഉറവ നിന്നെ തേടി ഇന്ന് രാത്രി വരികയാ. നിന്റെ നാശം കാണുവാൻ പൊട്ടക്കുഴലുകൾ കുഴിച്ച് അതിനകത്ത് തള്ളിയിടുവാൻ ആഗ്രഹിച്ചവരുടെ ഇടയിൽ സ്വർഗം പറയുക, ഒരു ഉറവ പോലെ ഒരു നീറവയുമായി നിന്റെ ഭവനത്തിനകത്തേക്ക് അലങ്കരിക്കപ്പെട്ട സൗന്ദര്യമുള്ള തേജസ്സുള്ള ദൈവകൃപയുള്ള ഒരു പെൺകൊച്ചിന് ഒന്നിയലിന്റെ കൈയും പിടിച്ചത് തെക്കേ ദേശത്തിലേക്ക് കയറി വരികയാ. നിന്റെ വീട്ടിനകത്തേക്ക് ഒരു കയറി വരികയാ. ഇന്നലെ വരെ കാണാത്ത ഒരു പെൺകൊച്ച്, ഇന്നലെ വരെ പ്രാർത്ഥിക്കാത്ത, ഹല്ലേലൂയ, ഇന്നലെ വരെ ആർഭാട ജീവിതം നയിക്കുന്ന, ഇന്നലെ വരെ ദൈവത്തിന് വിരോധമായി, ഹല്ലേലൂയ, അവൻ വഞ്ചനയും കോപവും ഉള്ളവളെ മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എന്നാൽ സ്വർഗത്തിൽ നീ പറയുക, തെക്കേ ദേശത്തിലുള്ളവർ പ്രശംസിക്കുമാർ ഒരു അക്സ എന്ന പെങ്കൊച്ച് ആ തെക്കേ ദേശത്തിനകത്തേക്ക് കയറി വരികയാ. അവൾ ശോഭയുള്ളവൾ, അലങ്കരിക്കപ്പെട്ടവൾ. അവൾ എന്ത് ചെയ്താലും എല്ലാവർക്കും കൗതുകമാകുന്ന രീതിയിൽ സാമർഥ്യമുള്ള ഒരു പെങ്കൊച്ച് ഒന്നിയന്റെ കൈയും പിടിച്ച് തെക്കേ ദേശത്തേക്ക് കയറി വരുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി സ്വപ്നം കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. അക്സ പറയുകയാ, ഞാൻ ആ ദേശത്ത് പോയാൽ ഒരു ചായ ഇടണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. സ്തോത്രം. ആ ദേശത്ത് പോയാൽ, ഹല്ലേലൂയ, ഒരു ആഹാരം പാകം ചെയ്യണമെങ്കിലും വെള്ളം ആവശ്യമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അരിയും പലവ്യഞ്ജനവും സാധനമെല്ലാം വാങ്ങിച്ചെന്ന്, പക്ഷെ വെള്ളമില്ലെങ്കിലോ? സ്തോത്രം. എല്ലാം ഉണ്ട്, പക്ഷെ വെള്ളമില്ല. അത് മനസ്സിലാക്കിയ അക്സ പറഞ്ഞു, സ്തോത്രം, ആ ദേശത്ത് എനിക്ക് വരണ്ടിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് ഉറവ തന്നേ പറ്റൂ. ഞാൻ വരണ്ടിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഇതും പറഞ്ഞ് ഞാൻ, ഹല്ലേലൂയ, സ്തോത്രം, സമയം തള്ളി നീക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കഥകളും മുത്തശ്ശി കഥകളും, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, കടങ്കഥകളും പറഞ്ഞ് രസിച്ചിരിക്കേണ്ടവളല്ല അക്സ. ആമേൻ. അവൾ അലങ്കരിക്കപ്പെട്ടവളാ. ഇന്ന് രാത്രി നിന്റെ വീട്ടിനകത്ത് ഒരു അലങ്കാരം വരുവാൻ പോകയാ. നിന്റെ വീടിനെ ഇരുട്ടാക്കി മാറ്റുവാൻ, നിന്റെ ഭവനത്തെ നശിപ്പിക്കുവാൻ, നിന്റെ ദേശത്തെ, ഹല്ലേലൂയ, ഉന്മൂലനാശം ചെയ്യുവാൻ, നിന്റെ സഭയെ തൊന്തരവ് ചെയ്യുവാൻ തക്കവണ്ണം ചിലർ കടന്നു വരാൻ ആഗ്രഹിച്ച സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം പറയുകയാ, അവരല്ല കടന്നു വരേണ്ടത്, അക്സയാണ് നിന്റെ ദേശത്ത് വരേണ്ടത്. നിന്റെ ഭവനത്തിനകത്ത് ഒരു അക്സ വരാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, അവ ഗർവികൾ, ചില സാഹസക്കാരന്മാർ, ചില അവ ദുഷ്ടന്മാർ, ചില കെണികളും ചില കുടുക്കുകളും ചില കയറുകളും, ഹല്ലേലൂയ, ചില കുഴികളും ചില കല്ലുകളും വെച്ച് അടലിയുടെ വിഷവുമായി, ഹല്ലേലൂയ, കാത്തിരിക്കുന്നവരുടെ, ഹല്ലേലൂയ, അവിടെ മണ്ടയ്ക്കടിച്ചുകൊണ്ട്, അവിടെ ബുദ്ധിയെ തകർത്തുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഒരു അക്സയെ തെക്കേ ദേശത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. ഇന്ന് രാത്രി ഒന്നിയന്റെ കരം പിടിക്കുവാൻ, ഹല്ലേലൂയ, അവന്റെ തെക്കേ ദേശത്തിലുള്ള അവൻ പാർക്കുന്ന ദേശത്ത് ഒരു പെങ്കൊച്ചുമില്ല. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം മൈലുകൾക്ക് അപ്പുറത്ത് നിന്ന് ഒരു അക്സയെ കൂട്ടിക്കൊണ്ടു വരികയാ. ഇന്ന് രാത്രി സ്വപ്നം കാണുക. ഈ രാത്രി സ്വർഗത്തിലെ ദൈവം, ഹല്ലേലൂയ, ഒത്നിയേലിനെ കുറിച്ച്, ജയിച്ചവനെ കുറിച്ച് എല്ലാവർക്കും അറിയാം, പക്ഷെ അവന്റെ ദേശത്തെ കുറിച്ച് ആർക്കും അറിയില്ല. അക്സ ചില സമയത്തിനകത്ത്, അവർക്ക് ലഭിച്ച സമയത്തിനകത്ത്, ഒത്നിയേലിന്റെ പിതാവാര്, അമ്മയാര്, ആ ദേശം എങ്ങനെയാണ്, അവർക്ക് എത്ര വസ്തുവകയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ അക്സ പ്രാർത്ഥന മുറിക്കകത്ത് ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ആ ദേശം വരണ്ട ദേശമാ മകളെ, നീ കയറിച്ചിരുന്ന ദേശം വരണ്ട ദേശമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൾ അന്ന് മുതൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അവൾ പ്രാർത്ഥിച്ച ദൈവത്തെ ആരാധിച്ച് മുന്നേറിയിട്ട് അപ്പുറം പറയാ, അപ്പാ, ഞാൻ പോകുന്ന ദേശം അത് വരണ്ട ദേശമാണ്, എനിക്കവിടെ ധീരത ആവശ്യമാണ്. ഇന്ന് രാത്രി നമുക്കും ദൈവത്തോട് ചോദിക്കാമോ, അപ്പാ, എൻ്റെ വിഷയം ഇന്നതാണ്, എൻ്റെ പ്രശ്നം ഇന്നതാണ്, ഞാൻ ജീവിതകാലം മുഴുവൻ വെള്ളമില്ലാതെ വരണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കുവാൻ പറ്റാത്ത നിലകളിൽ ഞാൻ മണ്ണോട് മണ്ണാകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനൊരു കപ്പലാണ്, എൻ്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് ഒരിടത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന, ചലിക്കുവാൻ പറ്റാതെ കിടക്കുന്ന
ഒരു കപ്പലല്ല ഞാൻ. എനിക്ക് സഞ്ചരിക്കുവാൻ വെള്ളം ആവശ്യം. ഓ കൃപ, ഹല്ലേലൂയ. വെള്ളമുണ്ടെങ്കിൽ കപ്പലേ നീ ഒന്ന് ജസ്റ്റ് ഒന്ന് നിയന്ത്രിച്ചാൽ മാത്രം മതി, അത് മുൻപോട്ട് പോകും. ആമേൻ, ഹല്ലേലൂയ. നിന്നെ എല്ലാവരും കാണും, എല്ലാവരും നീ പ്രശംസിക്കപ്പെടും. ഇന്ന് എല്ലാവരും നിന്ദിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് ശത്രുവിനെ കൊണ്ടെത്തിച്ചില്ലയോ? ഇന്ന് രാത്രി തീരുമാനപ്പെട്ട് ഈ രാത്രി ഹല്ലേലൂയ സ്വർഗത്തിലെ ദൈവമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുന്ന രാത്രിയായി മാറും. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. അപ്പനോട് ചോദിച്ചു വാങ്ങ്. ഇന്ന് രാത്രി അപ്പനോട് ചോദിച്ചു വാങ്ങ്. അപ്പാ, നീ എന്നെ തെക്കേ ദേശത്തിലേക്കാണ് വിടുന്നത്. എന്റെ തന്നിഷ്ടപ്രകാരമല്ല എന്നാണ് അവിടെ പോകുന്നത്. എന്റെ പ്രശ്നത്തെ നീ പരിഹാരം തരണം. നീ എന്റെ അപ്പനാണ്. നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ യേശുപ്പാ, നീയാണ് എന്റെ അപ്പൻ. കർത്താവേ, നീയാണ് എന്റെ സൃഷ്ടികർത്താവ്. നീയാണ് എന്റെ പ്രശ്ന പരിഹാരകൻ. അങ്ങനെയെങ്കിൽ ഈ പ്രശ്ന നടുവിൽ ഇതിനകപ്പെട്ടു പോയി, ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് അപ്പനോട് ചോദിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ ചോദിച്ചാൽ അപ്പൻ തരും. സ്നേഹമുള്ള അപ്പൻ തന്റെ മകളുടെ ചോദ്യത്തിന് മുമ്പിൽ തലചൊറിഞ്ഞ് നിന്നില്ല, വട്ടം കറങ്ങി നിന്നില്ല. അവൾ ചോദിച്ചത്, നിനച്ചത് തരുവാൻ കഴിവുള്ള ദൈവം. നമ്മൾ ചോദിക്കുന്നതിനും നിനക്കുന്നതിനും അപ്പുറമായി തരുവാൻ കഴിവുള്ള ദൈവമാണ് ഇന്ന് രാത്രി. ആ ദൈവത്തിന്റെ അരികിലാണ് ഞാനും നിങ്ങളും. സ്തോത്രം. ഓ, മൂത്തവനായിരിക്കുന്ന ഏശാവ് അനുഗ്രഹത്തിന് വേണ്ടി അപ്പൻ അടുക്കലേക്ക് വന്നു. ഓ, അപ്പന്റെ അവകാശം അത് ഒരു അഭിമാനമാണ്. പഴയ കാലഘട്ടത്തിൽ അപ്പന്റെ അവകാശം ഒരു അഭിമാനമാണ്. തന്റെ അഭിമാനമായിരിക്കുന്ന അപ്പന്റെ അവകാശത്തിന് വേണ്ടി ഒരു ഏശാവ് ഓടി വന്നു. അപ്പന്റെ അരികിലേക്ക് വന്നപ്പോൾ അപ്പൻ പറഞ്ഞു, മകനെ, നിനക്ക് ലഭിക്കേണ്ട അനുഗ്രഹം നിന്റെ അനിയനായിരിക്കുന്ന യാക്കോബ് കൊണ്ടുപോയി. ഞാൻ അവനെ പൂർണ്ണമായി അനുഗ്രഹിച്ചു. അവൻ ചോദിച്ചതൊക്കെ ഞാൻ അവന് കൊടുത്തു, ചോദിക്കാത്തത് ഞാൻ അവന് കൊടുത്തു. എന്റെ അവകാശം മുഴുവൻ ഞാൻ അവന് കൊടുത്തു. ആമേൻ. യഥാർത്ഥ അവകാശിയായിരിക്കുന്ന ഏശാവ് തന്റെ അവകാശങ്ങൾ നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവൻ ദുഃഖിതനായി. അവൻ ഉറക്കെ നിലവിളിച്ചു. ഓ ഹല്ലേലൂയ. ഇന്ന് രാത്രി ഏശാവിനെ പോലെ നീ ദുഃഖിതനാണോ? ബലമില്ലാതാകുമ്പോൾ അവൻ ഉറക്കെ നിലവിളിച്ചു, അപ്പാ, എനിക്കൊരു അവകാശമില്ലയോ? എനിക്കൊരു നന്മയുമില്ലയോ? സ്വന്തം കയ്യിരിപ്പ് കൊണ്ട് ജ്യേഷ്ഠ അവകാശത്തെ വിറ്റുകളഞ്ഞ ഏശാവ് അവൻ മാറത്തടിച്ച് നിലവിളിച്ചു. അവൻ ഉറക്കെ നിലവിളിച്ചു. അവൻ ഉറക്കെ കരഞ്ഞു. അവൻ അതിദുഃഖിതനായി. ഇന്ന് രാത്രി അപ്പനോട് ചോദിച്ചു വാങ്ങിക്കുവാൻ ദൈവാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുക. അപ്പനോട് ചോദിച്ചു വാങ്ങിച്ചാൽ അക്സയ്ക്കത് കഴിഞ്ഞു. അപ്പനോട് ചോദിച്ചു വാങ്ങിച്ചു. ഏശാവിന് അത് കഴിഞ്ഞില്ല. കാരണം അവൻ വഴിവിട്ട ജീവിതം. അപ്പൻ അവനെ ഇഷ്ടമാണ്, ഏശാവിനും അപ്പനെ ഇഷ്ടമാണ്. പക്ഷേ അപ്പന്റെ അനുഗ്രഹം വാങ്ങിക്കുവാൻ ഏശാവിന് കഴിഞ്ഞില്ല. ഇന്ന് രാത്രി അപ്പന്റെ അനുഗ്രഹം പ്രാപിച്ചെടുക്കുവാൻ ഒരു അക്സയ്ക്ക് കഴിഞ്ഞു എങ്കിൽ ആമേൻ, ഏശാവിന് കഴിഞ്ഞിട്ടില്ല. രണ്ടു കൂട്ടർ ഞാൻ രാത്രി നമ്മൾ പരിചയപ്പെടുത്തുകയാ. അനുഗ്രഹം നഷ്ടപ്പെട്ട, അപ്പന്റെ അനുഗ്രഹം നഷ്ടപ്പെട്ട ഏശാവ് ഉറക്കെ നിലവിളിച്ചു. അതിദുഃഖിതനായി തലതാഴ്ത്തി അവൻ ഇറങ്ങിപ്പോയി. എന്നാൽ അക്സ ചോദിച്ചതിന് അപ്പുറമായി, നിരച്ചതിനപ്പുറമായി താഴ്വരയിലും മലമുകളിലും അവൾക്ക് താഴ്വരകളെ കൊടുത്ത് അവൾ സന്തോഷത്തോടെ തെക്കേ ദേശത്തിലേക്ക് അവൾ യാത്ര തിരിച്ചു. അതിദുഃഖിതനായി നിലവിളിച്ചുകൊണ്ട് ഒരുവൻ വീട് വിട്ട് ഇറങ്ങി പുറത്തേക്ക് പോകുമ്പോൾ, ഭ്രാന്തനെ പോലെ പോകുമ്പോൾ, ഒരുവൾ ചില അനുഗ്രഹം പ്രാപിച്ചുകൊണ്ട് മുൻപോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആരുടെ കൂട്ടത്തിലാണെന്ന് നിൽക്കുന്നത്? ഏശാവിനെ പോലെയാണോ നിങ്ങൾ അതിദുഃഖിതനായി തീരും? ഏശാവിനെ പോലെയാണോ നിങ്ങൾ ഉറക്കെ നിലവിളിക്കേണ്ടി വരും?
എന്നാൽ അക്സ അവൾ ഉറക്ക നിലവിളിച്ചില്ല, അവൾ ദുഃഖിതരായില്ല. അവൾ ചോദിച്ചത് എനിക്കൊരു ഉറവ വേണമെന്ന. താഴ്വരയിലും മലമുകളിലും അവൾക്ക് ഉറവയെ കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ച, ആനന്ദിപ്പിച്ച, അവിടെ വിലാപത്തെ നൃത്തമാക്കി തീർത്ത ഒരു സൈന്യങ്ങളുടെ യഹോവ ഇന്ന് രാത്രി ജീവനുള്ള ദൈവം നിന്നെ തേടി വിളിക്കുക. ഹല്ലേലൂയ. നിന്റെ അരികിലേക്ക് ഇറങ്ങി വരിക. ആ ദൈവത്തെ കരമടിച്ച് സ്വീകരിക്കുക. ഇന്ന് രാത്രി ആ ദൈവത്തെ കരമടിച്ച് സ്വീകരിക്കുക. യേശുവേ, എന്റെ അരികിലേക്ക് വരണമേ. യേശുവേ, പ്രാണപ്രിയരേ, എന്റെ ദുഃഖത്തെ, എന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കണമേ. ഇന്ന് രാത്രി ദുഃഖിതനായിരിക്കുവാൻ ഹല്ലേലൂയ വിഷമ മനസ്സിന് സ്തുതി എന്ന മേലാണ് നൽകി ഹല്ലേലൂയ ആദരിക്കുന്ന ഒരു രാത്രി. ഈ രാത്രി പറ, ദൈവമേ, ഞാൻ വരണ്ടയോട് ഇരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല, വരണ്ടിരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. നേരെ മറിച്ച് എനിക്ക് ഉറവയ വേണം, എനിക്ക് സന്തോഷം വേണം. ഞാൻ സഞ്ചരിക്കുന്ന കപ്പല, അവർ എനിക്ക് വെള്ളം വേണം. ഹല്ലേലൂയ. എനിക്ക് പ്രശംസ വേണം. ഹല്ലേലൂയ. എനിക്ക് നല്ല ഭവനം വേണം. എനിക്ക് നല്ലത് വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിൽക്കുന്ന ദേശം അത് വല്ലാത്തൊരു ദേശമാ, അടലിവൃക്ഷമുള്ള ദേശം, ഇര പിടിക്കുവാൻ ഹല്ലേലൂയ ഇരയെ തേടി ഇറങ്ങിയ പാമ്പുകൾ വസിക്കുന്ന ദേശം. ഒരിക്കൽ തെക്കേ ദേശം കുറയാ, അവിടെ സിംഹമുണ്ട്, കേസരിയുണ്ട്, സർപ്പമുണ്ട്, പറക്കുന്ന അണലിയുണ്ട്. ഇന്ന് രാത്രി ഹല്ലേലൂയ 4 ദുഷ്ടശക്തികളുള്ള ദേശം. ഒന്ന് സിംഹം, വനത്തിലെ രാജാവ്. അവനാർക്ക് കീഴടക്കേണ്ട ആവശ്യമില്ല. അവന്റെ ഗർജനം, അവന്റെ ഒറ്റ ചാട്ടം, അവന്റെ ഒറ്റ ശബ്ദത്തിൽ അവൻ ഏത് ജീവിയും ഭയന്ന് പേടിച്ച് ഒളിച്ച് പ്രാണരക്ഷാർത്ഥം ഓടുമാറാക്കുന്ന ഒരു സിംഹത്തിന്റെ ശക്തി ഉള്ള ദേശം. രണ്ടാമത് കേസരിയുള്ള ദേശം. ആന, ഹല്ലേലൂയ, തലയെടുപ്പും ഒടിക്കുവാനും ചതയ്ക്കുവാനും കഴിയുന്ന ഒരു ആനയുള്ളൊരു ദേശം. അവിടുത്തെ ദുഷ്ടശക്തി നോക്കണമേ. സിംഹത്തിന്റെ സാന്നിധ്യമുള്ള ദേശം, ആനയുടെ സാന്നിധ്യമുള്ള ദേശം, പറക്കുന്ന അഗ്നിസർപ്പമുള്ള ദേശം, ഹല്ലേലൂയ, അണലിയുള്ള ദേശം. ഈ ദേശത്തേക്കാണ് നീ എന്നെ വിടുന്നത്. ഈ 4 ശക്തിയോട് എനിക്ക് ജീവിക്കാൻ, അതിനെ അതിജീവിക്കുവാൻ എന്നെ കൊണ്ട് കഴിയുകയില്ല നാഥ. കർത്താവേ, ഈ 4 ശക്തികളെ തുരത്തി ഓട്ടിക്കുവാൻ നീ എന്നെ പ്രാപ്തനാക്കണം. ഇന്ന് രാത്രി നിന്റെ കുടുംബത്തിനകത്ത് നാശം വിതയ്ക്കുവാൻ വെല്ലുവിളിച്ചുകൊണ്ട്, അട്ടഹസിച്ചുകൊണ്ട്, അലറിക്കൊണ്ട്, മാംസദാഹിയായി, രക്തദാഹിയായി കടന്നു വരുന്ന അവൻ പൈശാചിക ശക്തിയായിരിക്കുന്ന സിംഹത്തിന്റെ ശക്തിയെ, യഹൂദ ഗോത്രത്തെ സിംഹമായിരിക്കുന്ന യേശു ഇറങ്ങി അവനെ തുരത്തി ഓട്ടിക്കുന്ന ഒരു കാഴ്ച ഇന്ന് രാത്രി അത് നാം കാണുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. സിംഹത്തിന്റെ ശക്തിയെ തുരത്തി ഓട്ടിക്കുന്ന യഹൂദ ഗോത്രത്തിലെ സിംഹം ഇറങ്ങി വരട്ടെ. ഏത് മൃഗത്തെയും, ഏത് മൃഗീയമായതിനെ തകർക്കുന്ന ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ദൈവം ഏൽപ്പിച്ചുകൊണ്ട് 2 പേരെ ഞങ്ങൾ പരിചയപ്പെടുത്തി. ഒന്ന്, യേശാവ് അവകാശം നഷ്ടപ്പെട്ടപ്പോൾ അവൻ അതിദുഃഖിതനായി. അവൻ ഉറക്ക നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് ഭ്രാന്തനെ പോലെ വീട് വിട്ട് ഇറങ്ങിപ്പോയി. അപ്പൻ അവനെ സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. കൈയിരിപ്പ് കൊണ്ട് അവൻ പരാജയപ്പെട്ടു പോയി. എന്നാൽ ഒരു മകൾ അപ്പനോട് ചോദിച്ചത് അപ്പൻ ധാരാളമായി അവൾ ചോദിക്കാത്ത വിഷയം വരെ കൊടുത്ത് അവളെ മാന്യതയോടെ വീട്ടിനകത്തേക്ക് അവൾ ഹല്ലേലൂയ തെക്കേ ദേശത്തിലേക്ക് പറഞ്ഞു വിട്ടു. സ്തോത്രം. മുടിയൻ പുത്രൻ എന്ന നമ്മൾ പറയുന്ന അവന്റെ ജ്യേഷ്ഠൻ അപ്പാ, ഞാൻ എല്ലാ നാളും അങ്ങയോട് കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് കൂട്ടുകാരോടൊപ്പം ഒത്ത് ആനന്ദിക്കേണ്ടത്, സന്തോഷിക്കേണ്ടത് നീ ഇന്ന് വരെയും ഒരു ആടിനെ എനിക്ക് തന്നിട്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അവൻ ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ല. അവൻ ഇതുവരെയും അപ്പൻ ധനശാലിയായിരിക്കുന്ന അപ്പന്റെ അടുക്കൽ വന്നിട്ട് അവൻ ഇന്ന് വരെയും ഒന്നും ചോദിച്ചിട്ടില്ല. ഇന്ന് 3 കൂട്ടരുണ്ട്. അവകാശം നഷ്ടമാക്കി കളഞ്ഞവർ, അവകാശം പ്രാപിച്ച അക്സ, ഇതുവരെയും ഒന്നും ചോദിക്കാത്തവർ. ഈ നിമിഷം ഇതുവരെയും ഒന്നും ചോദിച്ചിട്ടില്ലെങ്കിൽ അപ്പനോട് ദൈവത്തോട് ചോദ്യര്, അപ്പാ എനിക്ക് അനുഗ്രഹം തരണം. അക്സ അപ്പനോട് ചോദിച്ചു, അപ്പൻ അവർക്ക് നൽകി. ഇന്ന് രാത്രി നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരകനായി യേശുവുണ്ട്. യേശുവിനോട് നിങ്ങളുടെ പ്രശ്നങ്ങളെ നിങ്ങൾ ചോദിക്കണം.
യേശുവേ പ്രാണനാഥ, എൻ്റെ പ്രശ്നം ഇതാണ്, ഇതിനെ അതിജീവിക്കുവാൻ നീ എനിക്കൊരു പോംവഴി തരണമേ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും മടങ്ങാട്ടെ, ഒരു നിമിഷം എല്ലാവരും മടങ്ങാട്ടെ. പൂർണ്ണ സമർപ്പണത്തോടെ നമുക്ക് പറയാം, ഈ രാത്രി അത് എൻ്റെ ദിവസമാണ്. ഈ രാത്രി കഴിഞ്ഞ അടുത്തൊരു പ്രഭാതം എന്ന് പറയുന്നത് അതെനിക്ക് സന്തോഷിക്കുവാൻ കഴിയണം. ശത്രു ഇന്ന് രാത്രി പറയുക, നാളത്തെ പ്രഭാതം എന്റേതാണ് എന്ന്. നാളത്തെ പ്രഭാതം എന്റേതാണെന്ന് ഹാമാൻ കഴുമരം ഒരുക്കി വച്ചിട്ട് അവൻ കാത്തിരുന്നു. നാളെ എന്നുണ്ടെങ്കിൽ മൊർദെഖായിയെ, നീ ഈ കഴുമരത്തിനകത്ത് നിന്നെ ഞാൻ തൂക്കും. നിന്റെ ഓട്ടം, ചാട്ടം, ആരാധന, നിന്റെ പ്രൗഢി, പ്രതാപം എല്ലാം, നിന്നെയും നിന്റെ കുലത്തെയും ഞാൻ ഈ കഴുമരത്തിനകത്ത് തൂക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുമെന്ന് ഹാമാൻ ചില തന്ത്രങ്ങൾ, അണലിയെ പോലെ ചില തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുമ്പോൾ അവൻ ഒരുക്കി വെച്ച കെണിക്കകത്ത്, കഴുമരത്തിനകത്ത് അവനെയും അവന്റെ സന്തതി പരമ്പരകളെയും അവന്റെ ഭാര്യയെയും അവന്റെ മക്കളെയും അവന്റെ കുലത്തെയും സ്വർഗത്തിലെ ദൈവം ആ കഴുമരത്തിനകത്ത് തൂക്കിക്കൊന്നതുപോലെ ഇന്ന് രാത്രി എനിക്ക് നിങ്ങൾക്ക് വിരോധമായി തന്ത്രമൊരുക്കുന്ന തന്ത്രശാലിയാകുന്ന ചില ഹാമാനെയും കൂട്ടരെയും സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ അവന്റെ പദ്ധതികളെ തകടം മറിച്ച് എന്നേക്കുമായി ഹല്ലേലൂയ അവനെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഹല്ലേലൂയ മൊർദെഖായിയെ എഴുന്നേൽപ്പിച്ച് മാന്യതയുടെ വസ്ത്രം കൊടുത്ത്, മാന്യതയുടെ സിംഹാസനം കൊടുത്ത്, മാന്യതയുടെ അവസരങ്ങൾ കൊടുത്ത്, മാന്യതയുടെ ദീർഘനാളുകൾ കൊടുത്ത് മാനിച്ചൊരു ദൈവം ഇന്ന് രാത്രി നിങ്ങളുടെ ഇടപെടുകയാണ്. അതേ ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്വർഗീയ പിതാവേ, അനുഗ്രഹമായി നല്ല രാത്രി നന്ദി പറയുകയാണ്. ഇത്രത്തോളം ദൈവം ഞങ്ങൾ മാനിച്ചതിനായി നന്ദി. യേശുവിന്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരുന്ന കർത്താവ് എല്ലാ വിശ്വാസ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഈ സന്ദേശം വീക്ഷിക്കുന്നവർക്കായി സ്തോത്രം, യൂട്യൂബിലൂടെയൊക്കെ കാണുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടെ വിഷയങ്ങൾ എന്ത് തന്നെയായാലും പരിഹരിക്കപ്പെടണം യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം എല്ലാവരും സമാധാനത്തോടെ, സന്തോഷത്തോടെ, നിർഭയമായി വസിക്കുവാൻ സ്വർഗമിടയാക്കണം. ഭയപ്പെടേണ്ട എന്നോട് കൂടെയുണ്ട് എന്നറിഞ്ഞ ചെയ്ത ദൈവത്തിന്റെ കൃപയും കൃപാവരങ്ങളും തന്റെ മക്കളിൽ കർത്താവെ എന്നും എപ്പോഴും ഉണ്ടാകാൻ സഹായിച്ചാട്ടെ. തിരുകരമേൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. സ്തോത്രം.